ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അമ്മേ, മോനെ, ലക്ഷ്മി കാണാനില്ലടാ. അവളെടുത്ത് മാറരുന്ന് അമ്മയോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? തൊണ്ടവേദനയുണ്ട്, കുറച്ച് ചൂടുവെള്ളം വേണം അമ്മയെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുക്കാൻ പോയതോ മോനെ. ചേട്ടാ, ലക്ഷ്മിയെ കാണാനില്ല. എനിക്ക് ഉറപ്പാ അവൻ അവന്റെ കൂടെ പോയിട്ടുണ്ടാവും. അവൻ നമ്മളെ ചതിക്കൊന്നും ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ പോയി നോക്ക്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോവാ. ചേട്ടാ, ചേട്ടന് പരിചയമുള്ളല്ലേ ഇവിടുത്തെ സർക്കിളിനെ? ഒന്ന് പെട്ടെന്ന് വിളിച്ചു പറയേ, അവള് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ചേട്ടാ, റെയിൽവേ സ്റ്റേഷനിൽ കിട്ടോ? കുറച്ച് സ്പീഡ് ആയിക്കോട്ടെടാ. അതെ, വീട്ടിലിപ്പോ അവർക്ക് എന്നെ തെരയുണ്ടാവും. എനിക്ക് പേടിയാവുക. അപ്പൊ ഞാൻ ഭയങ്കര ധൈര്യത്തിലിരിക്കുന്ന നീ വിചാരിച്ചിരിക്കണേ? ചേട്ടന്മാര് മുന്നിലേക്കാൻ ചെന്ന് പെട്ടാ നീ എന്നെ പേടിപ്പിക്കാണ്ടിരിക്കും. അതെ, എന്റെ കല്യാണം ഉറപ്പിച്ച കാരണട്ടാ ഞാൻ ഈ റിസ്ക് എടുത്തേ. നീ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ കയ്യിൽ 5ന്റെ പൈസ അല്ലാട്ടാ. കാശും സ്വർണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓ, അത് മതി. അതെ, 2 ഗ്രാമിന്റെ മോതിരം ഞാൻ ബാത്റൂമിൽ വെച്ച് മറന്നു. ഓ, അത് സാറില്ല. നമ്മൾ എങ്ങനെ വിളിച്ചോട്ട് പോണേ? ബാംഗ്ലൂർക്ക്. അതെയാ, ഞാൻ ബാംഗ്ലൂർക്ക് ആദ്യമായിട്ട് വിളിച്ചോട്ട് പോണേ. ഒളിച്ചോടി പോവാ രണ്ടാളും. അതെ, ഇത് പരസ്യമായിട്ട് പോണവർക്കുള്ള വണ്ടിയാണ്. ഇവിടെ ഇറങ്ങിയേ, ഇവിടെ ഇറങ്ങ. എന്തുട്ടാ നീ സ്ലോ മോഷൻ ഇറങ്ങണ? ഇറങ്ങിയ നീ. എന്തുട്ടാ നിന്റെ പേര്? ജ്യൂസ്. ജ്യൂസാ? നീ ആ മൊബൈലിലാണ് എടുത്തണ സുരേഷിന്റെ പെങ്ങളല്ലേ? എന്തുട്ടാ നിന്റെ പേര്? ലക്ഷ്മി. ലക്ഷ്മി? അപ്പൊ ഇന്റർ കാസ്റ്റ് വിളിച്ചോട്ടാ. എന്റെ കർത്താവേ, ലക്ഷ്മി ദേവി വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പോക്കണ്ട. കെട്ടിക്കാൻ വെച്ച പണം മണ്ടൊക്കെ ആയിട്ട്. എന്റെ മോളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ അപ്പനും അമ്മ അവിടെ എത്രമാത്രം വിഷമിക്കണ്ടാവും അറിയോ നിനക്ക്?
ആ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ അപ്പനും അമ്മേനെക്കാളും വിശ്വാസ ഇന്നലെ കണ്ട ഈ കുലിക്കാനെ. താൻ വലിയ ഡയലോഗ് അടിക്കാണ്ട് വണ്ടി എടുത്തേ. എന്തുട്ടാന്ന്? താൻ വണ്ടി എടുക്ക്, എന്നിട്ട് കാശ് വാങ്ങിട്ട് പോവാൻ നോക്ക്. ഓ അങ്ങനെയാ? ആ എന്നാ ഒരു കാര്യം ചെയ്യ്, 2000 പേര് നീ. എത്ര? 2000 പേരൊന്ന്. 2000? ആ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോവാനാ? ആ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ വണ്ടി പോവില്ല. എന്താ ചേട്ടാ 2000 എന്നൊക്കെ പറഞ്ഞാല് എന്ത്? അതൊരു കാര്യം ചെയ്യ്, കാശ് തരണ്ട, നീ വണ്ടി കയറിയോ, നീ വീട്ടിൽ കൊണ്ടുവിടാ. വണ്ടിയൊന്നുമല്ലോ. ജോസ് കൊടുക്കാന്ന് പറയ്, ചെല്ല്. ഒളിച്ചോട്ടത്തിനൊക്കെ മിനിമം കൂലി 2000 ഒക്കെ വേണ്ട ചേട്ടാ. അത് പോരക്കാ ചേട്ടാ, ആ ഒളിച്ചോട്ടത്തിന് കാശ് കൂടുതലാണ്, അതാണ്. ചേട്ടാ 2000 തരാ. ആ പിന്നെ ആദ്യം പറഞ്ഞോളൂ നിനക്ക് ഓട്ടോക്കാരടുത്ത് കളിക്കണം. അപ്പൊ നീ വരണില്ലേ? ഓ അപ്പൊ കേറ്. എന്നാലും ഇത് കുറച്ച് കടുപ്പായിട്ടേട്ടാ. എന്നൊരു എളുപ്പം ഒരു കാര്യം ചെയ്യ്, അത് കയ്യിൽ തന്നെ വെച്ചോ, ആദ്യമായിട്ട് വിളിച്ചോടുകയല്ലേ. നീക്കടാ അവനെ പറ്റിക്കോ? ഇല്ലേട്ടാ, എനിക്കുള്ള വലിയ ഇഷ്ടാ. വാ ആ ഒരു കാര്യം ചെയ്യ്, ഇത് പെട്ടെന്ന് തന്നെ അയക്കോ, വീട്ടുകാർ ക്ഷമിക്കില്ല. എന്തെന്ന്? പൊട്ട ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗർഭാക്കിയാലേ ഇവളുടെ വീട്ടുകാർ ക്ഷമിക്കുള്ളൂന്ന് മനസ്സിലായി നിനക്ക്? സൂക്ഷിച്ച് കുളിച്ചോളൂ. പോട്ടേട്ടാ. അതെ, ഞാൻ ആദ്യമായിട്ടാ ട്രെയിനിൽ കയറണേ. ഭർത്താവേ വീട്ടിലെ കാത്തോണേ. വീരനായകൻ ശൂരനായകൻ ധീരമാനസൻ മത്തായി, പാട്ടുപാടിയും ആട്ടമാടിയും കൂട്ടുകൂടിടും മത്തായി. ദാണ്ടെ വരുന്നു മത്തായി, ഓടി വരുന്നു മത്തായി, കുഴപ്പമൊത്തിരി കാണിച്ചാലും കുഴപ്പമില്ല മത്തായി. ഓയ് വില്ലൻ ബിരുദൻ മത്തായി, ദാണ്ടെ വരുന്നു മത്തായി, ഓടി വരുന്നു മത്തായി, കുഴപ്പമൊത്തിരി കാണിച്ചാലും കുഴപ്പമില്ല മത്തായി. ഓ വില്ലൻ ബിരുദൻ മത്തായി. ഇത്തിരി തകതി മത്തായി, ഇത്തിത്തയ്യ മത്തായി, ചുണ്ടൻ വള്ളം പാഞ്ഞു വരുമ്പോൾ അമരത്തുണ്ടേ മത്തായി. ഇത്തിരി തകതി മത്തായി, ഇത്തിത്തയ്യ മത്തായി, ചുണ്ടൻ വള്ളം പാഞ്ഞു വരുമ്പോൾ അമരത്തുണ്ടേ മത്തായി. ഓ അമരക്കാരൻ മത്തായി, വീരനായകൻ ശൂരനായകൻ ധീരമാനസൻ മത്തായി, പാട്ടുപാടിയും ആട്ടമാടിയും കൂട്ടുകൂടിടും മത്തായി. പുത്തൻകാവിൽ പൂരം വന്ന ചെണ്ടക്കിടയിൽ മത്തായി, കരികിടമേളം മുറുകി വരുമ്പോൾ ആനപ്പുറമേ മത്തായി. പുത്തൻകാവിൽ പൂരം വന്ന ചെണ്ടക്കിടയിൽ മത്തായി, കരികിടമേളം മുറുകി വരുമ്പോൾ ആനപ്പുറമേ മത്തായി. പൂങ്കൊമ്പിൽ തൂങ്ങും മത്തായി, വീരനായകൻ ശൂരനായകൻ ധീരമാനസൻ മത്തായി, പാട്ടുപാടിയും ആട്ടമാടിയും കൂട്ടുകൂടിടും മത്തായി. ദാണ്ടെ വരുന്നു മത്തായി, ഓടി വരുന്നു മത്തായി, കുഴപ്പമൊത്തിരി കാണിച്ചാലും കുഴപ്പമില്ല മത്തായി. ഓയ് വില്ലൻ ബിരുദൻ മത്തായി, ദാണ്ടെ വരുന്നു മത്തായി, ഓടി വരുന്നു മത്തായി, കുഴപ്പമൊത്തിരി കാണിച്ചാലും കുഴപ്പമില്ല മത്തായി. ഓ പാവം പാവം മത്തായി. എന്നാ നീ ഗൾഫിൽ നിന്ന് വന്നത്? ഇന്നലെ എത്തി. എന്നാ മടങ്ങി പോകുന്നത്? ഗൾഫുകാരോട് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല. അല്ല, എന്താടേ നീ നിന്റെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോകാത്തത്? എനിക്കും വേണ്ട ചേട്ടാ ഒരു ലൈഫൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെ സുഖം. ആ
കണ്ടില്ലേ എത്ര അവധികളാ, എത്ര ഹർത്താലുകളാണ് ഇവിടെ ആഘോഷിക്കാൻ കിട്ടണേ. ഇതുപോലൊരു 3-4 ഹർത്താൽ ഗൾഫിൽ കിട്ടിയിരുന്നെങ്കിലോ. കേരളത്തിൽ അവധി കിട്ടുന്നത് ഇങ്ങനെ മാത്രമല്ലല്ലോ, സർക്കാരുമൊക്കെ കുറെ അവധികൾ, പിന്നെ വിവിധ തരം മതക്കാർക്ക് വേണ്ടി വിവിധ തരം അവധികൾ. ഇത്രയും അവധികളുള്ള ഒരു സംസ്ഥാനം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. ഇന്നിപ്പോ എന്തിനാ ഹർത്താല്? അതെ, ഡോറില്ലാത്ത ബസ് എന്നൊരു പെണ്ണും പിള്ള വീണ് നടുവോടിഞ്ഞു. നിർത്താതെ പോയ ബസ് നാട്ടുകാരെല്ലാം ചേർന്ന് ഓടിച്ചിട്ട് പിടിച്ച് തല്ലിപ്പൊളിച്ചു. അത് തന്നെ കാരണം. ഹർത്താൽ നടത്തിയ ആളുകൾ വീഴാണ്ടിരിക്കോ? ചിലപ്പോ ബസ്സിന് ഡോറ് പിടിപ്പിച്ച ആളുകൾ വീഴാണ്ടിരിക്കും. അത് തന്നെ. പക്ഷെ അവര് പറയണേല് കാര്യം അവറ്റോള് പറയണേ എപ്പോഴെപ്പോഴും ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിചാരിക്ക് കംപ്ലൈന്റ് വരും. ഇത്ര ഇവറ്റോളൊക്കെ എന്താ ചെയ്യണ്ടേ? ചായ ഉണ്ടോ? ഒരെണ്ണം തരാലോ. ചേട്ടൻ, നമ്മുടെ ബട്ടർഫ്ലൈ ഹോസ്റ്റലിലേക്ക് എളുപ്പ വഴിയെല്ലാം ഉണ്ടോ? എളുപ്പ വഴിയൊന്നുമില്ല. ഹോസ്റ്റലിൽ ചെല്ലണമെങ്കിൽ നേരെ തന്നെ പോകണം. വാ, നടന്നു പടളവില്ലോ. എവിടുന്നാ പറഞ്ഞേ? ഞാന് തൃശ്ശൂര് അരണാട്ടുകര. ചേട്ടാ ഒരു ചായ വരൂ. അവിടത്തേക്ക് ഇനി വണ്ടി കിട്ടണമെങ്കിൽ 4-5 മണിക്കെങ്കിലും ആവണം കേട്ടോ. ചേട്ടാ ഒരു ചായ. ചായ. ചേട്ടൻ ചേട്ടൻ അങ്ങോട്ട് ഒരു ചായ കൊടുക്ക്, പൈസ ഞാൻ തരാം. താങ്ക്സ്. ആ കുടിച്ചോ. സാറിന്റെ പേരെന്താ? മത്തായി എന്നാണ്. എന്തൊരു ചേട്ടന്റെ പേര്? ഏകലവ്യൻ. ഓ, സ്റ്റൈലം പേരാണല്ലോ. അതെ, നല്ല ആരോഗ്യക്കുണ്ടല്ലോ. എവിടെയെങ്കിലും നല്ല ജോലിക്ക് പോയിക്കൂടെ? ഈ തട്ടുകളിൽ ചോദിക്കി, ചിലപ്പോ നല്ല ജോലിയെ കിട്ടും. ഈ തട്ടടയിലൊക്കെ നിന്നിട്ട് എന്ന് രക്ഷപ്പെടാനാ? നീ എന്റെ ചായ കുടിക്കണ്ടാ. വിനായകൻ, നിന്റെ ഈ ചേട്ടനെ ഒരു തെണ്ടി അപമാനിച്ചടാ. നീ നമ്മളെ പിള്ളേരെയും കൂടി വേഗം വിടുവാ. എന്തൊട്ട് പിച്ചക്കാരനത്? ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലോ. ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മേരി സാമുവൽ ഞങ്ങളോടൊപ്പം ചേരുന്നു. മേരി, ഇവർ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? നമസ്കാരം. നമസ്കാരം. എന്താ കാര്യം? എന്റെ പേര് മത്തായി എന്നാണ്. ഞാൻ അന്നമ്മനെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. മത്തായി? ആ, എന്നിട്ടൊക്കെ സിസ്റ്ററെ. മത്തായി ഇപ്പൊ എങ്ങനെയാ വന്നത്? ഓ, ഞാൻ അവിടെ നിന്ന് ബസ്സിനാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴല്ലേ കുന്താന്ന് പറഞ്ഞ, പിന്നെ അവിടെ നിന്ന് വെച്ച് നടന്നു. ഈ ഹർത്താൽ നടത്തിയിട്ട് ഇവര് എന്ത് നേടാനാ? ആർക്കറിയണ്ട സിസ്റ്ററെ, നമ്മളെ അനുഭവിക്കാൻ തന്നെ, അല്ലാണ്ട് എന്താ ചെയ്യാ. അവളെന്ത് ചെയ്യേ? അന്നമ്മ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതേ ഉള്ളൂ. ഔ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാ? ഊവ്. എന്താ, മത്തായിക്ക് കഴിക്കണോ? ഇത്ര സ്നേഹത്തോടൊക്കെ ചോദിക്കുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? കഴിക്കാം. ഞാൻ ഉണ്ടോന്ന് നോക്കട്ടെ. മത്തായി വാ. കുക്ക്. ഇടിലോളോ? ഉരുളക്കിഴങ്ങ് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് മത്തായിയുടെ ഓട്ടോ ഒക്കെ? ഓട്ടോ ഒക്കെ നടക്കണം. ആഹാ, വന്നപ്പോഴേ ജോലി തുടങ്ങിയോ? നീ ഇത് എവിടെയുണ്ട്? നീ നിനക്കിത് വിളിച്ചു പറഞ്ഞൂടെ എവിടെ ഹർത്താലാന്ന്? വെറുതെ മാനസിനെ വട്ടം കറക്കാൻ. നേരം എടുത്തപ്പോഴാ ഞാനും അറിയുന്നേ. ഹലോ, നീ എന്തുണ്ടിരിക്കണേ? പോയി റെഡിയാവ്, നമുക്ക് വല്ല ട്രെയിനും പിടിച്ചു പോവാം. പോ. പിന്നെ അവിടെ വരെ നടക്കാനൊന്നും എന്നെ കൊണ്ടുപോയി. എന്നൊരു കാര്യം ചെയ്യ്, നിന്റെ അടുത്തോണ്ട് പോവാം. നീ കൊഞ്ഞാണ്ട് പോയി റെഡിയായ അവിടെ 100 കൂടെ കാര്യങ്ങളുള്ളതാ. സിസ്റ്ററെ, ഫീസ് പഠിക്കണല്ലേ? പോയി റെഡിയാൻ പറഞ്ഞ. ഇതാ എന്നേടെ മത്തായില്ലേ? ആ, ഞാനാണ്. മത്തായിയുടെ പാട്ടൊക്കെ യൂട്യൂബിൽ കേട്ടു. എന്താ ചെയ്യ, ഒന്നും പറയണ്ട സിസ്റ്ററെ. എന്റെ ഫ്രണ്ട് ജോസേട്ടൻ, ഞാൻ വെറുതെ ഓട്ടർഷടാത്തിരുന്ന് പാടിയതാണ്. മൂപ്പർ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലിട്ടു. ഇപ്പോ ഭയങ്കര ഹിറ്റാണ്. സിനിമന്നൊക്കെ പാടാൻ വിളിച്ചിട്ടുണ്ട്. അത് വെറുതെ. മനസ്സിലായില്ലേ? അത് വെറുതെ പറഞ്ഞതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെട്ട് കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണെന്ന് കേട്ടല്ലോ. ശരിയാണോ? അത് പിന്നെ മാത്തുവിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാര്യ. ഒന്നിനും ക്ഷമയില്ല അല്ലേ മാത്തപ്പ? വെറുതെ പറയണ സിസ്റ്ററെ, ഈ ആത്മാവിന് പ്രാന്താണ്. ക്ഷമ വേണം മത്തായി, ക്ഷമ. കേട്ടിട്ടില്ലേ, ഒരു കരണത്തടി കൊണ്ട മറുകരണം കൂടി കാണിച്ചു കൊടുക്കണോന്ന്. ഒരു കരണത്തടി കൊണ്ട മറുകരണം കാണിച്ചു കൊടുക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. കല്യാണം കഴിട്ടാ മറുകരണം റെഡിയാക്കി വെച്ചോ? നഗരത്തിൽ സംഘർഷാവസ്ഥ രൂക്ഷമായി കൂടുതൽ സേനയെ അങ്ങോട്ടേക്ക് അയക്കാൻ മന്ത്രി ഉത്തരവിട്ടു. ദേ കേട്ടില്ലേ, ഈ സമയത്ത് അന്നയും കൊണ്ട് പോകുന്നത് അപകടമാ. ഇതിലും വലിയ അപകട. മത്തായി, 4-5 മണിയാകുമ്പോഴേക്ക് ഇതെല്ലാം ഒന്ന് സമാധാനാവും. അപ്പോഴേക്കും അങ്ങ് പോയാ പോരെ?
മത്തായി അതുവരെ പുറത്തെങ്ങാനും പോയി കറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ചു വാ. മാത്തപ്പനൊരു കാര്യം ചെയ്യും, വണ്ടിയൊക്കെ ഓടി തുടങ്ങുമ്പോ ഒരു ഓട്ടോ വിളിച്ച് വന്നാ മതി, അപ്പോഴേക്കും ഞാൻ റെഡിയാവും. എന്നാലും ഭയങ്കര കുരിശായിലൂടെ. ഇനിയിപ്പോ വല്ല പാർക്കിലോ പള്ളിയിലോ പോയിരിക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? ഹോസ്റ്റൽ ഫീസ് എന്താ ഇത്? അത് നിനക്ക് കഴിഞ്ഞ ആഴ്ച പള്ളി പെരുന്നാൾ മേടിച്ചതാ. പോട്ടെ എന്നാ ഒരു മാറ്റം നിനക്ക്. എന്ത് ഒരു മാറ്റം ഒന്ന് പോയേ. അല്ല ഞാൻ ആ സിസ്റ്റർ കൊടുക്കാം. ഞാൻ തള്ളടേ മേടിച്ചു. അടിയേ ഞാൻ പാർക്കിലേക്ക് പോണില്ലേട്ടാ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ. ഞാൻ മൂപ്പരെ കാണാൻ വേണ്ടി പോവാ. ഡോക്ടറോ? ഞാൻ അറിയാത്ത ഏത് ഡോക്ടർ? അതൊക്കെ ഉണ്ട്. ഞാൻ മൂപ്പരെ കണ്ടിട്ട് ഈവനിങ് റിട്ടേൺ വരാം. അതൊക്കെ ഓക്കെ. ഇനി മേലിൽ യൂട്യൂബിൽ പാട്ട് പാടിയ നീ എന്തിനാ ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടി പേടിപ്പിക്കണേ? ഞാൻ പാടില്ല കേട്ടാ. ആ മരുന്ന് തന്നെ 1 മാസത്തോടെ കഴിക്കണമല്ലോ മേനോൻ ചേട്ടാ. ഡോക്ടർ എഴുതുന്ന മരുന്നുകൾക്ക് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞ് മക്കൾ എപ്പോഴും. പക്ഷെ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാറേ. മക്കൾക്ക് അച്ഛനൊരു ഭാരമായിന്ന് തോന്നരുതല്ലോ ഡോക്ടറെ, അതുകൊണ്ട് പറഞ്ഞതാ. മേനോൻ ചേട്ടാ, ഫാർമസി ചെന്നാ മതി, അവര് മരുന്ന് തരും. പിന്നെ കാശിന്റെ കാര്യം അത് ഞാൻ വിളിച്ചു പറഞ്ഞു. ഓക്കെ, താങ്ക്സ്. ഹലോ, ഡോക്ടർക്ക് ഒരു വിസിറ്റർ ഉണ്ട്, ഒരു മത്തായി. അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാൻ വരാം. ഓക്കെ. എന്നിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ പേര് ബ്രാഡുല. ബ്രാഡുലേ? ബ്രാഡുല എന്തിട്ട് പേരത്? ഹായ്. ആദ്യമായിട്ട് ഇങ്ങനെ വെറൈറ്റി തുമ്മല് കാണണേ, അത് കൊള്ളാം. ഓണറാ? അതെ, അച്ഛനാ. എന്നിട്ട് പറ്റിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡോക്ടർ ഒന്ന് കാണണോന്ന് ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്യാനാ? അങ്ങനൊന്നും പറയാൻ പാടില്ല ചേട്ടാ. പ്രായമുള്ള ആളുകളെ നമ്മള് കുട്ടികളെ പോലെ വേണം നോക്കാൻ. ഹലോ, എന്നിട്ട് വിശേഷം? അയ്യടാ ഒന്ന് വൃത്തിക്കിരുന്നേ. ഏയ് എന്നിട്ട് പറ്റിയേ? എനിക്ക് തീരെ വയ്യ മോനെ. ഭയങ്കര ആരോഗ്യവാനാണല്ലോ. നമ്മുടെ മനസ്സിന്റെ ചില തോന്നലാണ് നമ്മളെ അസുഖക്കാരനാക്കണേ. ഇപ്പൊ എന്തിട്ട് അസുഖം? 1-2 അടി അങ്ങോട്ട് നടന്ന അപ്പം വരും കാലിന്റെ നീര്. അത് വരും, നീര് വരും. എന്നാ പിന്നെ ഒരൊക്കെ തടങ്ങിയിരുന്ന് TV കാണാന്ന് വെച്ചാലോ? കണ്ണ് വേദനയും അപ്പം തുടങ്ങും, പനി, നടുവിനൊരു വേദന. അതുണ്ടാവും പ്രായത്തിന്റെ. പിന്നെ ശ്വാസം ഊന്നി വലിച്ചാലോ? അപ്പം തുടങ്ങും പിടുന്നൊരു കൊളുത്തിപ്പിടുത്തം. ശ്വാസം താഴേക്കുള്ളൂ, അല്ലെങ്കിൽ കൊളുത്തിപ്പിടിക്കുന്ന ആളുണ്ടാവില്ല. മഴയാ. അതെ, അച്ഛനോട് അങ്ങനെയൊന്നും ചോദിക്കണ്ട. നിങ്ങൾ മിണ്ടാണ്ടിരിക്കേ, പ്രായമുള്ള ആളുകളല്ലേ. നിങ്ങൾ എന്തിട്ടെങ്ങനെ? മോനെ പിന്നെ കൊളസ്ട്രോളിന്റെയും പ്രഷറിന്റെയും കാര്യം പറയാൻ വേണ്ട. കഴിഞ്ഞ മാസം പ്രഷർ ചെക്ക് ചെയ്തപ്പോ ആ നിമിഷം പൊട്ടിത്തെറിച്ചില്ലാന്നേ ഉള്ളൂ. അമ്മ അതിന് പ്രഷറല്ല കയറിയത്. പക്ഷെ ഈ കണ്ട അസുഖമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഷുഗർ മാത്രമില്ല. അതാ ഇപ്പോഴും സങ്കടം. ഇല്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഒരു അസുഖം ഇല്ല. അതൊക്കെ നമ്മുടെ തോന്നലുള്ള. ഈ കണ്ട അസുഖമല്ല, എനിക്ക് ഷുഗറില്ല എന്ന് പറയാൻ നീ ആരാടാ? സിസ്റ്റർ, ആരാ എന്നെ കാണാൻ വന്നത്? മിസ്റ്റർ മത്തായി. ഡോക്ടർ ചുള്ളനായി പോയില്ലോ. എന്നിട്ട് അങ്ങനെ നോക്കണേ? ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. പെട്ടെന്ന് മറന്ന. ഡോക്ടർ ഒരു 5-6 മാസം മുമ്പ് തൃശ്ശൂര് റൗണ്ടിൽ വെച്ച് ഡോക്ടറെ കാറ് ചീത്തായി കഴിഞ്ഞപ്പോഴേക്കും കൊടയൊക്കെ പിടിച്ച് ടോർച്ചൊക്കെ അടിച്ച്
അന്ന് ഞാനല്ലേ ശരിയാക്കി തന്നെ ഡ്രൈവർ മത്തായി. ഇപ്പൊ മനസ്സിലായി പേടിച്ചു. സോറി കേട്ടോ. താനെന്താ ഇവിടെ? അതൊന്നും പറയണ്ട ഡോക്ടർ. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഇവിടെ അടുത്ത് ഹോസ്റ്റലിലാണ് താമസം. അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നാണ്. അപ്പോഴേ നാശം പിടിച്ച ഹർത്താല്. നമ്മളാണുങ്ങളെയൊന്നും അവിടെ നിർത്തില്ല. അപ്പോഴാ പെട്ടെന്ന് ഡോക്ടറുടെ കാര്യം ഇങ്ങനെ ഓർമ്മയിൽ വന്നേ. അപ്പൊ ഡോക്ടർ ഫ്രീ ആച്ചാ ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. ഡോക്ടർ ബിസി ആയിരുന്നാ? ഹേയ്, താനിവിടെ വെയിറ്റ്. എന്റെ ഡ്യൂട്ടി ഇപ്പൊ തീരും. അതിനുശേഷം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യോ ഡോക്ടറെയാ? ഡോക്ടർക്ക് ബുദ്ധിമുട്ടാവോ? താനിവിടെ വെയിറ്റ് ചെയ്യടോ. താൻ എനിക്കൊരു സഹായം ചെയ്ത ആളല്ലേ? ഡോക്ടർ നമ്മുടെ ഗടിയാടാ ഒരാളെ ചേച്ചിയെ. എനിക്ക് അസുഖം ഞാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? നന്ദി സാറേ, അന്നമ്മയുടെ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു അവൾ ഇന്ന് തന്നെ എറണാകുളത്തേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വെച്ചാ ഇപ്പൊ ഈ കോട്ടയത്ത് നിന്ന് സുഖമായിട്ട് തൃശ്ശൂർ എത്തുന്ന സമയം കഴിഞ്ഞു. സാറിന് ബുദ്ധിമുട്ടായ? താനെന്താടോ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഫോർമാലിറ്റീസ് ഒക്കെ വിട്. ഒന്നുമില്ലെങ്കിലും ഒരു തവണ താൻ എന്നെ സഹായിച്ച ആളല്ലേ? അല്ലെങ്കിൽ അന്ന് ഞാൻ പെട്ടുപോയനെ. അതിലൊക്കെ എന്തിട്ടിരിക്കുന്നു സാർ? ആ ബെൽറ്റ് ഇട്, സീറ്റ് ബെൽറ്റ്. ആ ഈ കുന്ത ഇതെങ്ങനെയത്? ആ വലിച്ചം കിട്ടാ മതി, അല്ലെങ്കിൽ ശബ്ദം കേട്ടോണ്ടിരിക്കും. സാറിന്റെ വീട്ടിലാരൊക്കെയല്ലേ? ഭാര്യയും മോളും ഉണ്ട്. ആ പക്ഷെ അവരിപ്പോ വീട്ടിൽ പോയിരിക്കും. ആ ഇതിന് എത്ര മൈലേജ് കിട്ടണം സാറേ? അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നുള്ളൂ? ആ സാറിന് നോക്കണ്ട, നമ്മളൊക്കെ അത് നോക്കിയില്ലെങ്കിലേ ട്രൗസർ കീറും. നമ്മുടെ റൗണ്ടിലെ രാമേട്ടൻ എപ്പോഴും പറയും പെൺകുട്ടികളുടെ വളർച്ചയും പെട്രോളിന്റെ വില രണ്ടും ഒരുപോലെയാന്ന്, രണ്ടും പിടിച്ച കിട്ടില്ലാന്ന്. സാറെ ഫോണടിക്കണ്ടാ. ഹലോ ഗീതേ, എന്തായി തീരുമാനം? ഞാൻ എന്റെ കണ്ടീഷൻസ് ആദ്യമേ വ്യക്തമാക്കിയതല്ലേ? നീ ആദ്യം മോളെയും കൊണ്ട് വീട്ടിലേക്ക് വാ. ഗീത, ഇതിപ്പം 2 ആഴ്ചയായി നീ പോയിട്ട്. ശരി ഞാൻ ഡ്രൈവ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ? സാറിന്റെ വൈഫല്ലേ വിളിച്ചേ? അതെ. ആ സംസാരം കേട്ടിട്ട് എന്തോ പിണക്കത്തിന്റെ മണം അടിച്ചല്ലോ. താൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞു? അതെ. അപ്പൊ തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൈയിടും. പുതിയ ഉടുപ്പൊന്നും വേണ്ട മമ്മ, എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് എത്തിയാ മതി. ഇപ്പോഴത്തെ പനിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ചെറുതായാലും വേഗം ഡോക്ടറെ കാണിക്കുക തന്നെയാ നല്ലത്. ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്തേക്കല്ല പോകുന്നത്, അച്ഛന്റെ അടുത്തേക്കാ. അമ്മേന്റെ പിണക്കൊക്കെ മാറി. പിണക്കം മാറേ? ആ എന്താടിത്? അമ്മേ അത് പിന്നെ നന്ദേട്ടൻ. ഓഹോ, അപ്പൊ തീരുമാനങ്ങളൊക്കെ സ്വയം എടുത്തു തുടങ്ങിയല്ലേ എന്റെ മോള്? ഫോണിൽ 2 പഞ്ചാര വാക്ക് കേട്ടപ്പോ പെട്ടിയെടുത്ത് പോവാ നീ? തൽക്കാലം നിങ്ങൾ എങ്ങോട്ടും പോണില്ല. ചെവി ഞാൻ പൊന്നാക്കും. എനിക്ക് ആരുടെ മുന്നിൽ തോറ്റു ചെവിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ഇതുവരെ. അവനെ എന്റെ മുന്നിൽ വരണം, ചെയ്ത തെറ്റിന് മാപ്പും പറയണം. അല്ലാതെ നീ പടിയിറങ്ങിയ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? കേറിയിരിക്കേ. അതൊക്കെ കാലി കിടന്നോട്ടെ. ഒന്നും സാരില്ല. സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഫ്രിഡ്ജിലുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ? എന്ത് ധൈര്യത്തിലടി നീ? അമ്മേ മോള് ഫോൺ ചെയ്തതുകൊണ്ടാ. നീ ഇനി ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറയാം അവനോട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ വിളി വർത്താനും ഒരിച്ച് കയറുന്നുണ്ട് എനിക്ക്. അച്ഛാ കൊച്ചെന്നൊക്കെ വിളിക്കാൻ ഇനി ഫോണെ തൊട്ടാലുണ്ടല്ലോ, അവിടെ ഒരു ഫോൺ വിളി. അന്നമോ. ആ മാത്തു, ഇതെവിടെയാ? ചുറ്റിക്കറങ്ങി ബുദ്ധിമുട്ടായോ? എന്തൊരു ബുദ്ധിമുട്ട് എടി? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഫ്രണ്ട് ഡോക്ടറിന്റെ കാര്യം.
ഞാൻ ഇപ്പൊ അവന്റെ വീട്ടിലാണ്. അവനോ? ഒന്ന് തെളിച്ചു പറ മാത്തു. ആ അതൊക്കെ ഉണ്ട്. എടിയായി ഞാൻ നിന്നെ വിളിക്കാട്ടാ. ഡോക്ടറെ 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 ഭാര്യ വിളിക്കണ്ടാ. എടോ ഒരു 10 മിനിറ്റ് ഞാൻ കുളിക്കാന്ന് പറ. ആ ഹലോ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഇതാരാ? ഇത് ഡോക്ടർ നന്ദഗോപന്റെ വീട് തന്നെയല്ലേ? അതെ, അങ്ങോരുടെ വീട് തന്നെയാണ്. താനാരാ? അതൊക്കെ പറയാം. ചേച്ചി വളരെ ശാന്തമായിട്ട് കേൾക്കണം. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയണതേ പളുങ്ക് പാത്രം പോലെയാണ്. അതിങ്ങനെ തുടയ്ക്കും തോറും മിനുസ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? വലിയ വായിൽ വർത്തമാനം ഒന്നും വിളമ്പാതെ താൻ ആരാണെന്ന് പറയടൂ. ചേച്ചി, ഡോക്ടർ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പിണക്കങ്ങളൊക്കെ പതിവല്ലേ ചേച്ചി? നിർത്തടോ. താനാരാ? എന്റെ പേര് മത്തായി എന്നാണ്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇതേ ഇപ്പൊ സമാധാനായല്ലോ. കണ്ണി കണ്ട ഓട്ടോ ഡ്രൈവർമാരോടൊക്കെ നീ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ് നാറ്റിച്ചു വെച്ചിരിക്കാവൻ. ഒരുത്തന്റെ ഫോൺ എടുത്തിട്ട് എന്നെ ഉപദേശിക്കാം. എന്റെ ഈശ്വര, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഹലോ 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 ഹലോ. ആ നേരത്തെ ഞാൻ 2 ഹലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താനാരാ? താനാരാണെന്ന്? അപ്പോ ചേച്ചിയാ ഡോക്ടർ ഭാര്യ? അപ്പൊ നേരത്തെ സംസാരിച്ച ഭാര്യ ആരെയാ? താനാരാണെന്ന് പറയടോ. ഞാൻ ഡോക്ടറുടെ ഒരു കൂട്ടുകാരനാണ്. കൂട്ടുകാരനോ? ആ. ഞാനറിയാത്ത ഏത് കൂട്ടുകാരൻ? തനിക്ക് പേരില്ലേ? പേരുണ്ട്, മത്തായി എന്നാണ്. താൻ ഫോൺ നന്ദേട്ടന് കൊടുക്കടോ. നന്ദേട്ടൻ അല്ല, ഡോക്ടർ കുളിക്കാണ്. എങ്കിൽ നീരാട്ട് കഴിയുമ്പോ തിരിച്ചൊന്ന് വിളിക്കാൻ പറ. ഈ തറവാടത്തോന്ന് പറഞ്ഞാലേ കാശ് കൊടുത്ത കിട്ടുന്ന സാധനമൊന്നുമല്ല. അതൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ കിട്ടണം. അതെങ്ങനെയാ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നിട്ടും എന്റെ നേർക്ക ചാട്ടം. നിന്റെ കെട്ടിയും കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിണങ്ങിപ്പോന്ന വിവരം എപ്പോഴേ ഓട്ടോ ഡ്രൈവറുടെ ചെവിയിൽ മാത്രമല്ല, നാട്ടില് മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. ചെല്ല്, ചെന്ന് എല്ലാവരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ നിന്നു കൊടുക്ക്. എന്നെ ധിക്കരിച്ച് പോകാനൊരുങ്ങിയോളല്ലേ നീ? ഇപ്പൊ ഒരു ഓട്ടോ ഡ്രൈവർ നമ്മളെ ഉപദേശിക്കാൻ വന്നു. നാളെ പാൽക്കാരൻ, പച്ചക്കറിക്കാരൻ, തൂപ്പുകാരി, എന്തിന് പിച്ചക്കാരുടെ ചെവി വരെ എത്തിയിട്ടുണ്ടാവും. നന്ദഗോപനും ഭാര്യയും തമ്മിലുള്ള പിണക്കം. ആ തള്ളയുടെ അല്ലേ മോൻ? കൾച്ചറില്ലാത്ത ഫാമിലി. ഈ ഉടുപ്പൊന്ന് ഇടിച്ചു തരുവോ? നമുക്ക് അച്ഛന്റെ അടുത്ത് പോവാ. ഓടി അപ്പുറത്ത്. ഒരച്ഛന്റെ മോള് വന്നിരിക്കുന്നു. ഫോട്ടോയിലൊക്കെ എന്താ ചിരി. ഫോൺ എടുക്കുമ്പോ ഭയങ്കര ചൂടും. എന്തിട്ട ഇങ്ങനെ? വിളിച്ചിട്ട് അവൾ എന്ത് പറഞ്ഞു? അത് സാറിന്റെ നീരാട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. കുറച്ച് മുൻചുണ്ടിക്കാരിയ അതാ തോന്നി. അവനായിരിക്കും. ഞാൻ എടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഹലോ ഗീതേ, ഞാനൊന്ന് ഫ്രഷ് ആവുമായിരുന്നു. അപ്പോഴാ നീ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നാറ്റിച്ചപ്പോ സമാധാനമായി അല്ലേ? എല്ലാം മറന്ന് വരാൻ ഒരുങ്ങിയതായിരുന്നു ഞാൻ. എന്ത് പറ്റി? എന്തൊക്കെയാ നീ പറയുന്നത്? ഇനി പറ്റാൻ എന്തിരിക്കുന്നു? മനുഷ്യനായ ഇത്രയ്ക്ക് ചീപ്പാവരുത്. നീ കാര്യം തെളിച്ചു പറ. എല്ലാം നമ്മൾ പറഞ്ഞ് ഫൈനലൈസ് ചെയ്തല്ലേ. ഇതിനിടയ്ക്ക് എന്തുണ്ടായി? നമ്മുടെ ഇടയിലുള്ള പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അല്ലാതെ കണ്ട ഓട്ടോ ഡ്രൈവർമാരോടും കൺട്രീസിനോടും ഒക്കെ പറഞ്ഞിട്ട് ഇവന്മാരുടെയൊക്കെ ഉപദേശം ഞാൻ കേൾക്കണോ? ഗീത, ഡോണ്ട് ഷൗട്ട്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സത്യത്തിൽ എന്താ ഉണ്ടായത്? ആരായാള്? നേരത്തെ ഫോൺ എടുത്തൊരു ഫ്രണ്ട്. അയ്യോ, അത് ഫ്രണ്ട് ഒന്നുമല്ല. വളരെ യാദർച്ഛികമായി കണ്ടുമുട്ടിയ ഒരാളാ. ഓ, അത് ശരി. ഫ്രണ്ട് പോലും അല്ലാത്ത ഒരാളോടാ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ വിളമ്പിയത് അല്ലേ? അമ്മ പറഞ്ഞതുപോലെ ഇനി അവിടെ വന്ന് കോമാളി വേഷം കിട്ടാൻ ഈ ഗീതയെ നോക്കണ്ട. അങ്ങോട്ട് വരണോന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കടി, എന്നാലേ അവൻ പഠിക്കൂ. ഹലോ ഗീതേ, ഹലോ.
നിന്റെ പേരെന്താ പറഞ്ഞത്? മത്തായി. എന്താ നീ എന്റെ ഭാര്യയോട് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തുറ്റി സാറേ? തന്നോട് ഫോൺ എടുത്ത് ഞാൻ കുളിക്കാന്ന് പറയാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ തന്നോടാരാ പറഞ്ഞത്? ഉപദേശിക്കാൻ താനാരാണോ? അയ്യോ സോറി കേട്ടോ സാറേ. അത് ഞാനേ ഈ ഫോൺ വന്നപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ചെറിയൊരു ഹലോ പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഹലോ പറഞ്ഞു. ആ ഹലോ ഇത്രയും വലിയ കുഴപ്പമായി പോകുന്നു ഞാൻ വിചാരിച്ചില്ലേ സാറേ. സാറും സാറിന്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പിണക്കത്തിലാണല്ലോ. അതൊന്ന് രമ്യതയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ വെക്കാൻ നേരത്തെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ പതുക്കെ, നിങ്ങള് തമ്മില് പിണക്കത്തിലാണല്ലേ അത്ര ചോദിച്ചുള്ളൂ. അത്ര മതിയല്ലോ, നശിപ്പിച്ചില്ലേ? തന്നോടാരാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞത്? ഞാൻ എല്ലാം ഒരുവിധം പറഞ്ഞൊന്ന് സോൾവ് ആയി വന്നതായിരുന്നു. അയ്യോ സോൾവ് ആക്കി വരുന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു സാറേ. താൻ എല്ലാം കുളവാക്കി. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ മാതിരി യൂസ്ലെസ്സുകളെ തലയിൽ കയറ്റി വെക്കുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരാ ഫൂൾസ്. കൾച്ചർ, സ്റ്റാറ്റസ്, ഒലക്കട മൂട്, നല്ല ചുട്ട പിട കിട്ടാത്തന്റെ കുഴപ്പമായി ഇവർക്കൊക്കെ. എന്നെ അമ്മയും മോളും കൂടെ സൊസൈറ്റി സ്റ്റാറ്റസ് പഠിപ്പിക്കുന്നു. സാറേ ഈ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ്. വലിഞ്ഞു കയറി വന്ന് സ്വസ്ഥത നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. താനൊന്ന് പോവാൻ നോക്കണോ? സാറേ ഞാനെന്നാ ചേച്ചിനെ വിളിച്ചിട്ട് സോറി പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല സാറേ. താൻ പോടോ. ഇതൊക്കെ എന്റെ പേഴ്സണൽ ഇഷ്യൂസാ. ഇതിലൊന്നും താൻ ഇടപെടണ്ട. ഇതൊന്നും ഒരു കാലത്തും അവസാനിക്കില്ല. അങ്ങനെ പറയല്ലേ സാറേ. ഒക്കെ അവസാനിക്കും. എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കണ കർത്താവ് തമ്പുരാൻ എന്നല്ലേ പറയണേ. അപ്പൊ അത് തീർക്കാനുള്ള വഴിയും അങ്ങോട്ട് തന്നെ കാണിച്ചു തരും. സാറേ സാറിനെ കണ്ടെടുത്തോളം സാർ ഒരു ലോല ഹൃദയനാണ്. മറ്റുള്ളവർ വിഷമിക്കണ കാണുമ്പോ സാറിനും വിഷം വരൂല്ലേ? അതാണ് അത് നല്ല മനസ്സിൻ്റെയാണ്. എനിക്കും വിഷം വരും സാറേ. സാറേ എന്തൊരു ശരിക്കും ഇപ്പൊ സാറിന്റെ പ്രശ്നം? ഹായ് ടീന. നല്ല പാർട്ടിയാ. താനിത് എവിടെ പോയി കിടക്കുക? നിങ്ങൾ എത്തിയോ? ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് ട്രാഫിക് ജാമിലായി പോയി. ഇറങ്ങുവാ നേരത്തോ അവളുടെ ഒരു ഒപ്പീടല്. എനിക്ക് അപ്പോഴല്ല വന്നത്. നന്ദേട്ടാ ഒന്ന് വേഗം പോ. ഈ ടീനയുടെ ഹസ്ബൻഡ് എന്താ പരിപാടി? ഗോൾഡ് ബിസിനസ്സാ. തോന്നി. അയാൾക്ക് വല്ല ബ്ലാക്ക് മണിയും വന്ന് കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വല്ലവന്റെയും വെഡിങ് ആനിവേഴ്സറി ആരെങ്കിലും സ്പോൺസർ ചെയ്യും. നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നു. നന്ദേട്ടാ വണ്ടി വിട്. ഹലോ ഡോക്ടർ, if you are driving, please stop the vehicle, doctor. 1 minute. ഡോക്ടറിന്റെ ഫംഗ്ഷന്റെ കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. പ്ലീസ് കാര്യം പറയൂ ജോൺ. വാട്ട് ഹാപ്പൻ? MLA പാലപ്പെട്ടിക്ക് ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ICUയിൽ ഒബ്സർവേഷനിലാണ്. ഡോക്ടർ ഉടനെ വന്നേ പറ്റൂ, പ്ലീസ്. മറ്റാരുമില്ലേ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ? അതാണ് പ്രശ്നം. കാർഡിയോളജിസ്റ്റ് തന്നെ വരണമെന്നാണ് അവര് പറയുന്നത്. പൊളിറ്റീഷ്യൻ അല്ലേ? വിവരം അറിഞ്ഞ് മീഡിയാസും എത്തിയിട്ടുണ്ട് ഡോക്ടർ. ജോണേ, ഞാനിപ്പോ എങ്ങനെയാടും? ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ശരിയാ. എന്തായാലും ഡോക്ടർ വന്നേ പറ്റും. ചിലപ്പോ എന്റെ കോള് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് MDയുടെ കോൾ ആയിരിക്കും. ഹലോ എന്തു പറ്റി? ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണം. ഒരു അർജന്റ് കേസ്. നന്ദേട്ടാ ഈ നേരത്ത് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യാ. ഒരു 10 മിനിറ്റ്. ഏതോ ഒരു MLAക്ക് ഹാർട്ട് അറ്റാക്ക്. ഹോസ്പിറ്റൽ വരെ ചെല്ലാനാ പറയുന്നത്. അവിടെ ഫംഗ്ഷന് വന്നിട്ടുള്ളത് നമ്മൾ വിളിച്ച ഗസ്റ്റുകളാ. അവരോട് എന്താ പറയാ? നീ ഇങ്ങനെ ചോദിച്ച ഞാൻ എന്താ പറയാ? എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കി. നീ കേട്ടതല്ലേ കോള് വന്നത്? ഒരു കോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫംഗ്ഷനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ആരെ കൊണ്ടെങ്കിലും വിളിപ്പിച്ചതാണോ എന്ന് എന്റെ സംശയം. ഇല്ല, ഡോക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. MLA അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി ഉണ്ടാവും.
ഓക്കെ ഓക്കെ ആദ്യം പിരിപ്പിച്ചോളാം. ശരി ശരി ഏറ്റു. നീ മോളെ കൊണ്ട് എന്റെ ക്യാബിനിലിരിക്കും. ഡോക്ടർ നന്ദഗോപൻ, എന്താണ് ഇപ്പോൾ എം എൽ എയുടെ അവസ്ഥ? ഞാനിപ്പോ വരുന്നതല്ലേ ഉള്ളൂ. അകത്ത് പോയി പേഷ്യന്റിനെ കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റും. പ്ലീസ്. ഡോക്ടർ എന്താണ് ഇത്രയും വൈകിയത്? ഞാൻ എന്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് പോകുകയായിരുന്നു. ഈ വിവരം പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ. ഹാർട്ട് അറ്റാക്കായി MLA പാലപ്പെട്ടി അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് പ്രധാന ഡോക്ടർ വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുകയായിരുന്നു. പാർട്ടി കഴിഞ്ഞ് ഈ വൈകിയ വേളയിൽ ഹോസ്പിറ്റലിൽ എത്തിയ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് പാർട്ടി പ്രവർത്തകർക്ക് ആശങ്കയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ആശങ്ക പങ്കുവെക്കാൻ മണ്ഡലം പ്രസിഡന്റും യുവ നേതാവുമായ സുനീഷ് നമ്മളോടൊപ്പം ചേരുന്നു. സുനീഷ്, എന്താണ് ഈ ആശങ്കയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും പ്രതീകവും പ്രതീക്ഷയുമാണ് പാലപ്പെട്ടി MLA. വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. ഹലോ, ഡോക്ടർ നന്ദഗോപൻ കൃത്യസമയത്തിന് വന്നു. അതാണെന്നേ കുഴപ്പമായത്. എന്നാലും പ്രതീക്ഷ കൈവിടണ്ട. താൻ തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ വെച്ച് പിടിച്ചോ. അതെ, എല്ലാം ഒത്തുവരും. ഇപ്പോഴേ മുറുക്കി പിടിച്ചില്ലെങ്കിൽ അടുത്ത MLA സ്ഥാനം ആണുങ്ങൾ കൊണ്ടുപോകും. വിവരങ്ങളൊക്കെ ഞാൻ അപ്പൊ പറയിച്ചോളാം. പാലപ്പെട്ടി ഇവിടെ പെട്ടിയിലായാൽ അപ്പ വിട്ടേക്കണം അവിടെ സീറ്റ്. മനസ്സിലായി? പാലപ്പെട്ടിക്ക് ജയ്. എന്ത് ചെയ്യാൻ അമ്മേ? ICUവിൽ കയറിയിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതോ MLA ആണ് സീരിയസ് ആയിട്ട് കിടക്കുന്നത്. അല്ലാതെ അവന്റെ അച്ഛനൊന്നും അല്ലല്ലോ. പെട്ടെന്ന് വരാൻ പറ. നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവരോടൊക്കെ ഞാൻ എന്താ മറുപടി പറയാ? അമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. Sir, the pulse was down. The patient came in gasping. Abnormal heart rate was observed. How about his BP? Diastolic is high. Check his status. Sir, sure. ഗീതേ, നന്ദേട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒരു ഹോള് നിറയെ ഗസ്റ്റുകൾ വെയിറ്റ് ചെയ്യും. MLAക്ക് എതിരായിട്ടും ബോധം വന്നിട്ടില്ല. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ അത് വേറൊരു ഇഷ്യൂ ആവും. ഇവിടുത്തെ ആളുകളുടെ ബഹളം നീയും കണ്ടതല്ലേ? എന്നുവെച്ചാ പോണ്ടെന്നാണോ? ഞാൻ ഇവിടെ മുള്ളിന്മേൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുക. സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ ഗീതേ. ഞാനിതാ വരുന്നു. ഗീത, നീ ഒരു കാര്യം ചെയ്യ്. പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ല്. നീയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു സമാധാനവും. MLAക്ക് ബോധം വന്നാൽ ആ നിമിഷം ഞാൻ അവിടെ എത്തും. അയാൾക്കൊരിക്കലും ബോധം വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷന് വേണ്ടെന്ന് വെക്കൂ. പറയിപ്പിക്കണ്ട. വാങ്ങോട്ട്. പാലപ്പെട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നികത്താനാവാത്ത വിടമാണ്. കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നികത്താനാവാത്ത ഒരു വിടമാണ് പാലപ്പെട്ടി. ഒരു മിനിറ്റ്, അറിയത്തിന് 350 രൂപ പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മുടെ MLAക്ക് വേണ്ടില്ലേ. പിന്നെ 500 ഇടബില്ല് മേടിച്ചോളാം. അതെനിക്കറിഞ്ഞു. അപ്പൊ പാലപ്പെട്ടി അമ്മേ, ആരും ഒന്നും കഴിക്കാതെയാണല്ലോ പോകുന്നത്. കേക്ക് കട്ട് ചെയ്യാതെ ആരെങ്കിലും ഫുഡ് കഴിക്കൂ? ഒരാളെ കാത്തിരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. ചേച്ചി, പ്രോഗ്രാം ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് സുധേട്ടൻ ആകെ സങ്കടത്തിലാ. സാറേ, എന്തു പറ്റി സാറേ? ഡ്രിങ്ക്സ് ഒന്ന് പോടോ. മനുഷ്യനിവിടെ അന്തോ കുന്തുല്ലിയുടെ നിശ്ചലായി നിൽക്കുമ്പോഴാ അയാളുടെ ഒരു കള്ളുകൂടി. എന്തു പറ്റി സാറേ? ഇനി എന്ത് പറ്റാനാ? ഫംഗ്ഷനൊക്കെ കൊള്ളായില്ലേ? വേഷം കെട്ടി തിത്തയി തകതോ കളിക്കാൻ വന്ന ഞാൻ മണ്ടൻ. ഒരു വേദി മിസ്സാകുന്ന കലാകാരന്റെ ഹൃദയവേദന തനിക്ക് പറഞ്ഞ മനസ്സിലാവല്ലോ. നന്ദഗോപൻ സാറിനെ ഇപ്പൊ തന്നെ TV കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ടിവിയിൽ കണ്ടിട്ട് എന്തിനാ പുഴുങ്ങി തിന്നാനാ? നേരിട്ട് കാണണോ? സംഗതി എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് വലിയ പേരെടുത്ത ഡോക്ടറൊക്കെ ആയിരിക്കും. പക്ഷെ കൃത്യനിഷ്ഠ സ്റ്റേജിന്റെ പരിസരത്തൂടെ പോയിട്ടില്ല. സാർ എങ്ങനെ വിഷമിച്ചാലോ? ഒന്നെടുത്ത് കഴിക്ക്. വലിയ വലിയ ആളുകളാവുമ്പോ മിസ്സിംഗ് ഒക്കെ പതിവല്ലേ. താൻ എന്നെ കുടിയനാക്കാൻ വന്നിരിക്കുക. എന്തായാലും ടെൻഷനായി പോയില്ലേ? ട്രയോടെ ഇവിടെ വെച്ച് പൊക്കം. കള്ളൻ. MLAയുടെ ജീവൻ ഡോക്ടർ നന്ദഗോപന്റെ കൈകളിൽ എന്നാ ടിവിയിൽ കാണിക്കുന്നത്. ഓ, വലിയ കാര്യമായി പോയി. MLA കാറ്റ് പുറത്തേക്ക് തള്ളുമ്പോ അങ്ങനെ കാറ്റ് അകത്തേക്ക് തള്ളും. ഇങ്ങനെ അകത്തേക്ക് പുറത്തേക്ക് തള്ളാൻ തുടങ്ങിയിട്ട് മണിക്കൂർ എത്രയുന്ന രണ്ടുപേർക്ക് ബോറടിക്കലോ? അതൊന്നും സാരില്ലടോ, താനിരിക്കേ.
ടീന, ഐ എം റിയലി സോറി. ഏയ്, തനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ ഡോക്ടർ വരില്ലായിരിക്കും അല്ലേടോ? ഇത്രയും തിരക്കുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ കൊഴു കിട്ടുന്ന നല്ലൊരു ദിവസം നോക്കി അന്ന് വെച്ചാൽ മതിയായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, നിന്റെ ഒറ്റ ഒരാടെ നിർബന്ധം കൊണ്ടാ. കൂടെ പഠിച്ച ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു ഒന്ന് കണ്ണു തെറ്റിയാലേ ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ബിസിനസ് അല്ലേ? അറിയോ നിനക്ക്? സോറി ഗീത. എനിക്ക് നഷ്ടം വന്ന ആ കാശ് നീ തരും എനിക്ക്. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ഡോക്ടർ ഞങ്ങൾക്കും തിരക്കില്ല. തൃപ്തിയായല്ലോ. ആ തങ്കം നായര് ചോദിച്ചതേ ഡോക്ടറായിട്ട് ഈ ജില്ലയിൽ നന്ദഗോപം മാത്രമേ ഉള്ളൂ എന്നാ. എന്ത് ചെയ്യാൻ, ഇവനെ കൊണ്ട് സൊസൈറ്റിയിൽ തലതാഴ്ത്തി നടക്കാനാ യോഗം. ഇത് വിവാഹ വാർഷികമല്ല, എന്റെ ചരമവാർഷിക. അമ്മ എന്തിനാ ചേച്ചിയെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ എന്റെ സങ്കടം പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മേ, സമയം 10 ഈ ഹോള് ഒഴിഞ്ഞു കൊടുക്കണം. വല്ലതും കഴിച്ചിട്ട് വീട്ടിൽ പോവാൻ നോക്കാം. ഈ സുധേട്ടനിത് എവിടെ പോയി കിടക്കുക? എക്സ്ക്യൂസ് മീ മാഡം, ഗസ്റ്റുകളിൽ പലരും ഫുഡ് കഴിക്കാതെ പോയത്. ഓർഡർ ചെയ്ത ഭക്ഷണം വേസ്റ്റ് ആവുന്നൊരു സംശയം. വേസ്റ്റ് ആവുടോ, അതെല്ലാം നീ എന്നെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുക്കോ. ഡോ, ആ ചിക്കൻ ഫ്രൈഡ് മൂടി തുറക്കണ്ടോ. വെളിച്ചം കണ്ടാലേ ചിലപ്പോ കോഴി എണീറ്റ് നിന്ന് കൂവും. സുധേട്ടാ, എന്താ അത്? വിഷമം കൊണ്ടുവരാതെ ഞാൻ 2 എണ്ണം കഴിച്ചത്. നിനക്കറിയോ, എന്റെ ഏറ്റവും ആദ്യത്തെ അരങ്ങേറ്റം മുടങ്ങിയിട്ട് പോലും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല. രാപ്പകലില്ലാതെ 2 ആഴ്ചയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അറിയാലോ രാധയ്ക്ക്. ഈശ്വര, ആ MLA നശിച്ചു പോട്ടെ ഈശ്വര. ചടങ്ങ് കൊളവായതിലല്ല സങ്കടം, അവന്റെ ഭരതനാട്യം മുടങ്ങിയില്ല. എടോ മാനേജരെ, എല്ലാം ക്ലോസ് ചെയ്തേക്ക്. പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എത്താത്തതിന്റെ പേരിൽ വിവാഹ വാർഷികം കൊളവായി. ആ രാത്രി പോയതാണ് ഇപ്പൊ 2 ആഴ്ച. ഏയ്, സാറ് ചെയ്തത് ഒരു ജീവകാരുണ്യ പ്രവർത്തനല്ലേ? അതിപ്പോ MLA ആയാലും കള്ളനായാലും സാറൊരു മനുഷ്യജീവനല്ലേ രക്ഷിച്ചേ? ഇത് മനസ്സിലാക്കാതെ പോയ സാറിന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും തന്നെയാണ് ഹിപ്പോക്രാറ്റുകള്. എന്താ ഹിപ്പോക്രാറ്റ്? സാറൊരു ഡോക്ടറായതിന്റെ പേരില് ആ സ്റ്റാൻഡേർഡ് വേണമല്ലോ എന്ന് പറഞ്ഞാണ്. ഞാൻ വീട്ടിലിങ്ങനൊന്നും പറയാറില്ല ചേട്ടാ. ഈ ചെറിയ കാര്യത്തിനാണ് ചേച്ചി പെട്ടി നോക്കിട്ട് പോയേ. നമുക്കൊക്കെ ഇതൊരു ചെറിയ കാര്യം, പക്ഷെ അവർക്കൊക്കെ അതൊരു വലിയ പ്രശ്നമാടും. പിന്നെ ഈ പോക്ക് ആദ്യത്തെ ഒന്നും അല്ലല്ലോ. ഡോക്ടറെ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത് ഡോക്ടറെ. ഇപ്പൊ തന്നെ ഡോക്ടർ ഈ പ്രശ്നം എൻ്റെ കൂടി ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവൻ പോയാലും ശരി, ഞാൻ ഡോക്ടറെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. ഡോക്ടറെ, ഞാനൊരു സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരന്റെ സ്നേഹം ഒരിക്കലും സാധാരണ സ്നേഹമില്ല കേട്ടാ. ഈ അവസ്ഥയിൽ സാറിന് വേണ്ടത് ഒരു മീഡിയേറ്ററാണ്. ഇതത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമല്ല, യൂഷ്വൽ ഫാമിലി മാറ്റർ. അതങ്ങ് താനേ തീർന്നോളൂ. ഇതാണ് പ്രശ്നം. നമ്മള് നിസ്സാരമായിട്ട് കാണുന്ന പല പ്രശ്നങ്ങളായിരിക്കും പിന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളായിട്ട് വളരണേ. സാറേ, സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ആളാണെങ്കിലും ഒരു 100 പേരെ ഉപദേശിക്കാൻ കഴിവുള്ള ആളാണെങ്കിലും ശരി, കുടുംബത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റില്ല. നിന്ന് വെട്ടി വേർക്കും. അപ്പൊ എന്തുട്ടാ ചെയ്യാ? വേറൊരാളുടെ സഹായം തേടും. എന്തുണ്ട് സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരനല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങോർക്കും ഇല്ലേ സഹായത്തിനൊരു കോച്ച്? സാറേ, ഞാൻ എന്നെ തന്നെ സൂചിപ്പിച്ച് പറയണല്ലേട്ടാ. നമ്മളിതുപോലത്തെ എത്ര കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള സാറേ. ഇപ്പൊ തന്നെ ഇവിടെ എന്താ ഉണ്ടായേ? സാറിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ച എന്റെ നാക്കിന്ന് അറിയാണ്ട് ഒരു വാക്ക് വീണുപോയി. സാറെന്നെ കേട്ടല്ലേ? നാക്കിന്ന് വീണ വാക്കും മൊബൈലിൽ നിന്ന് പോയ മെസ്സേജും 2 ഒരുപോലെയാ. വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കും സാറേ. എന്താ അമ്മായി ഞാൻ ഈ കേട്ടത്? ചേച്ചി പോവാൻ പോയിന്നോ? കേട്ടിട്ട് കൈയും കാലും വരച്ചിട്ട് വയ്യ. ഈ വാർത്ത കേട്ട് ഡാൻസ് ചെയ്തോണ്ടിരുന്ന എന്റെ ചുവടെല്ലാം തെറ്റിപ്പോയിന്നേ. പട്ടിക്ക് മേശയുണ്ടായിട്ട് അമ്പട്ടന് എന്ത് കാര്യം? ഈ സമയത്ത് ആ കടങ്കഥ. എനിക്ക് കിട്ടിയ 2 മരുമക്കളും കണക്കാ. വിവാഹ വാർഷികത്തിന്റെ അന്ന് ഗീതേച്ചി കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കാതിലുണ്ട്. കുടുംബം നോക്കാൻ അറിയാത്ത അയാളൊന്നേ വിവാഹമേ കഴിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ എന്റെ കലാക്ഷേത്രത്തിന്റെ അടുത്തൊരു AC ക്ലിനിക്ക് തുടങ്ങാൻ. രാവിലെ 10 മണിക്ക് തുറക്കുക, 5 മണിക്ക് അടയ്ക്കുക, ഞായറാഴ്ച തുറക്കാതിരിക്കുക. എന്റെ ശിഷ്യഗണങ്ങൾ ഇനി ഉണ്ടാവില്ലേ പേഷ്യൻസ് ആയിട്ട്? അതിനെ നന്ദേട്ടൻ എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ല, ഹാർട്ടിന്റെ. ഒരു തമാശക്കാരി.
ഞാൻ നൃത്തം പഠിപ്പിച്ച ഒരു കുട്ടിയും ഇതുവരെ വീണ എല്ല് പൊട്ടിയിട്ടില്ല. അതിന് ആശുപത്രിയിൽ വെച്ച് തന്നെയെ സകല രോഗികളെയും ട്രീറ്റ് ചെയ്യുള്ളൂ ശബ്ദം എടുത്തിരിക്കുകയല്ലേ അവൻ. ഇതൊരു തരം പക തീർക്കുന്നത് പോലെയാ എന്നോടുള്ള പക. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാ കുറ്റം. പെട്ടിയൊരുക്കലും ഉടുപ്പിടിക്കലും ഒക്കെ നടത്തിയിട്ട് ഇപ്പൊ എന്തായി? ഒന്നും ആയില്ലടോ. പേരെടുത്തൊരു ഡോക്ടറായി എന്നല്ലാതെ കുടുംബജീവിതത്തിൽ ഈ നന്ദഗോപൻ ഒന്നും ആയില്ല. തനിക്കറിയോ, ചികിത്സ കിട്ടാതെ റോഡരികിൽ കിടന്ന് മരിച്ച ഒരച്ഛന്റെ മകനാ ഞാൻ. ഞാനൊരു ഡോക്ടറായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അച്ഛനായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ തമാശയായിട്ട് ഡോക്ടർ നന്ദഗോപ എന്നൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ രോഗികളുടെ മനസ്സറിയുന്ന ഒരു ഡോക്ടറായിട്ട് ഞാൻ വന്നപ്പോ അത് കാണാൻ അച്ഛൻ മാത്രം ഇല്ലാതെ പോയി. സാറിങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾക്ക് അറിയൂട്ടാ. ദുഃഖമുണ്ടോ? ഒരുപാട് ദുഃഖമുണ്ട്. എന്റെ കൺമുമ്പിൽ വെച്ച് ഒരു മനുഷ്യജീവനും പൊലിയരുതെന്ന് ആഗ്രഹിക്കുന്നത് കുറ്റമാണ്. ഒരു കുറ്റമല്ല. കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത് കുറ്റമാണ്. അതും കുറ്റമല്ല. സഹിച്ചു, ഒരുപാട് സഹിച്ചു. ഇനി വയ്യ. താൻ ഒന്നൊഴിച്ച. സാറ് ഒഴിക്കാൻ പറഞ്ഞപ്പോ മേമ്പടിക്ക് പറഞ്ഞാന്ന് വിചാരിച്ചേ. സാറ് ഇങ്ങനെ അടിച്ചാ പെട്ടെന്ന് പടാവൂട്ടാ. സത്യത്തിൽ ഗീതയുടെ വീട്ടുകാര് ഡോക്ടറായ നന്ദഗോപനെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. അച്ഛനുണ്ടാക്കിയ കടം വീട്ടാൻ എനിക്കതിന് നിന്നു കൊടുക്കേണ്ടിയും വന്നു. അവളുടെ അമ്മയ്ക്ക്, എന്തിന് ഗീതയ്ക്ക് പോലും ഇപ്പോഴെന്റെ ഡോക്ടർ എന്ന പദവി മാത്രം മതി. ഡോക്ടറുടെ ഭാര്യ എന്റെ മരുമകൻ ഡോക്ടറാണ്. അത് ഭയങ്കര കഷ്ടമായി പോയി സാറേ. നിനക്കറിയോ, എന്റെ അമ്മയും പെങ്ങളെയും കൂടെ നിർത്താൻ പോലും അവർ സമ്മതിച്ചിട്ടില്ല. അമ്മയ്ക്ക് വൃത്തിയില്ല, പെങ്ങൾക്ക് സ്റ്റാറ്റസ് കുറവ്. കല്യാണം കഴിച്ചെന്ന് കരുതി എനിക്ക് എന്റെ അമ്മയും പെങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റൂ? ഒരിക്കലും ഇല്ല. അമ്മയും പെങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാറേ. എന്റെ കൂടെ നിൽക്കേണ്ട അമ്മയും പെങ്ങളെയും ഞാനിപ്പോ ഒരു വാടക വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. എത്രയൊക്കെ പണവും പത്രാസും ഉണ്ടായാലും വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേടോ എല്ലാം. ആളുകളുടെ മുമ്പിൽ പേരുകേട്ട ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്. പക്ഷേ ഈ ഹാർട്ടിനുള്ളിലെ വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? അറിയണ്ട് സാറേ. ഈ ഹാർട്ടിനകത്ത് വേദന ഈ മത്തായി അറിയണ്ട്. എന്തറിഞ്ഞിട്ട് എന്താ കാര്യം? പെട്ടുപോയില്ലേ? അട്ടയെ പിടിച്ച് 6 ഇഞ്ച് കനുള്ള സോഫ്റ്റ് മെത്തേക്കെടുത്താലും കെടുക്കില്ല എന്ന് പറയാമായി. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എല്ലാവരും? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഒരു ഡോക്ടർ എന്റെ തലയിൽ കെട്ടിവെച്ചത്. കല്യാണ നിശ്ചയം കഴിഞ്ഞത് മുതൽ എന്റെ മോളെ ഡോക്ടർ കെട്ടാൻ പോകുന്നു, എന്റെ മോളെ ഡോക്ടർ കെട്ടാൻ പോകുന്നു എന്ന് വിളിച്ചു പോവായിരുന്നില്ല. അതേടി പോയി. മക്കൾക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചതാണോടി ഞാൻ ചെയ്ത തെറ്റ്? അയ്യോ, ഇങ്ങനെ ഹീറ്റ് ആവില്ലമായി. ഇതാ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂന്ന് ഞാൻ പറയണത്. ഉദാഹരണത്തിന് എന്നെ തന്നെ നോക്കിയേ. അമ്മായി എന്നെ നൊതുക്കി കൊക്കിലൊന്ന് കൊത്തിയതല്ലേ? എന്നിട്ട് ഇന്നേ വരെ ആ അണ്ണാക്കിന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടാ? അമ്മായി പറയണത് കേക്കൂ, അമ്മായി പറയണതേ അനുസരിക്കൂ. അങ്ങടി ചാടാൻ പറഞ്ഞ അങ്ങടി ചാടും, ഇങ്ങടി ചാടാൻ പറഞ്ഞ ഇങ്ങടി ചാടും. അതല്ലേ രാധയാണത്തം? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അല്ല, പറയണം. നീ പറഞ്ഞതുപോലെ എല്ലാം മനസ്സ് തുറന്ന് പറയണം, എന്നാലേ ശരിയാവും. ആ അതാണ് സാറിന്റെ മീറ്റർ ഇപ്പോഴാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. പനി വീണ്ടും തുടങ്ങി. ഏയ് ഇത് സാരല്ലെന്നേ. ദേ കിടന്നു. അമ്മയുടെ വാക്ക് കേട്ട് ചേച്ചി വെറുതെ തുള്ളാൻ നിൽക്കണ്ട. നന്ദേട്ടന് വയ്യ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ തക്ക നോക്കി നിൽക്കുക. സുധേട്ടനെ പോലെ നന്ദേട്ടനെ അമ്മയുടെ വരുതി കിട്ടാത്തതിന്റെ ദേഷ്യം. ഡോക്ടറാ, ഇന്ന് ഞാൻ അവനെ തെറി വിളിച്ചു കൊല്ലും. ഞാൻ എടുക്കട്ടെ അമ്മായി? വേണ്ട. എന്നാ വേണ്ട. ഹലോ, ഞാനാണമ്മേ. അമ്മയോ? ഏതമ്മ? ഇനി ഇങ്ങോട്ട് ഫോൺ വിളിക്കണ്ട. എനിക്ക് ഗീതയോടൊന്ന് സംസാരിക്കണം. നിന്നോടല്ലേ ഫോൺ വിളിക്കണ്ടെന്ന് പറഞ്ഞത്? അതല്ല കട്ട് ചെയ്തൂല്ലേ? ഡോക്ടർ ഇനി വെറുതെ വിളിക്കാൻ പോകണ്ടട്ടാ.
വെറുതെ നാണം കെടാനായിട്ട്. ഡോക്ടർ ഇമാതിരി ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ അൽസേഷൻ ആവണം, അല്ലെങ്കിൽ ഒരു നാടൻ പട്ടിയെങ്കിലും ആവണം. രണ്ടിലൊന്നും ആകാൻ പറ്റില്ലല്ലോ ഡോക്ടർക്ക്. ഡോക്ടർ അത്ര വലിയ പഠിപ്പൊന്നുമില്ല എനിക്ക്, എന്നാലും എന്നൊന്ന് വിശ്വസിക്കേ. അന്ന് ഡോക്ടറുടെ വണ്ടി കേടായപ്പോ ഞാനല്ലേ ശരിയാക്കി തന്നെ, അത് എന്നെ വിശ്വസിച്ചോണ്ടല്ലേ. അതുപോലെ ഇതിലൊന്നും എന്നെ വിശ്വസിക്കേ, ഞാൻ ശരിയാക്കി തരാം. ഒന്ന് ബിലീവ് ഡോക്ടറെ, ഞാൻ ശരിക്കും ബിലീവ്. ടെൻഷൻ വന്ന എനിക്ക് എന്തെങ്കിലും ചവച്ചോണ്ടിരിക്കണം. അമ്മായിക്ക് വേണ വറുത്തു പേരിയെ. അമ്മായി ആ നന്ദഗോപനാണെങ്കിൽ ഈ സുധനൊരു അവസരം തന്നൂടെ. ഇന്ന് ഞാൻ അവനെ തെറി വിളിച്ചു കൊന്നു. അമ്മായി ചെവി കുത്തി പിടിച്ചോളൂട്ടോ. ആ സഭ്യ പറയാൻ പോണേ, നല്ല സഭ്യം. ഹലോ. എന്തെന്ന് ഹലോന്ന്? തനിക്ക് എന്തോടെ മാനു മര്യാദയില്ലേ? ആണുങ്ങൾക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ നടക്കുന്നവനെ. പെരട്ട ശബ്ദം. പെരട്ട ശബ്ദോ? മറ്റവൻ വന്നിട്ടുണ്ടാവും. ഏത്? നമ്മുടെ മരുന്നാട്ടിയോ? ഇതേതമ്മായി ഫോണിന്റെ അങ്ങേത്തലയ്ക്ക് മറ്റൊരു ശബ്ദം. ആ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഓട്ടോക്കാരനായിരിക്കും. അവനോ? എടാ 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 ഓട്ടോമാക്രി, ആരടാ നീ? എന്താ നിനക്ക് വീട്ടിൽ കാര്യം? ഇറങ്ങി പോടാ വീട്ടിന്ന. തട്ടുപലകയില് താളം പിടിക്കണ തട്ടുകഴി പിടിക്കണ കയ്യാ എന്റേതാ. എന്റെ കൈക്കാരത്ത് നിനക്കറിയില്ല. 2, 3, 4, 5, 6 അടി വെച്ച് തന്നാലുണ്ടല്ലോ നിന്റെ വായിലെ 32 പല്ലും ഞാൻ കുഴച്ചടിക്കും. ഒരു തിരുത്തുണ്ട് കേട്ടോ, അടിച്ചു കൊഴിക്കും. നിങ്ങള് ഇങ്ങനെ ചൂടാവല്ലേ, നമുക്ക് കാര്യങ്ങള് രമ്യായിട്ട് തീർക്കാം. ഒരു രമ്യയില്ല സൗമ്യയില്ല. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ ഓട്ടമാക്കി തെണ്ടി നിന്റെ നെഞ്ചത്ത് കയറി ശിവതാണ്ഡവം ആടും ഞാൻ. ശിവതാണ്ഡവം ആടോ നീ? നിങ്ങട് പോയോ? നീ ചന്ത കളിക്കല് ഡാൻസ് അല്ലേ കണ്ടല്ലോ? ആമ്പിള്ളേര് നിന്റെ നെഞ്ചത്തൊരു ഓട്ടർഷ ഓടിക്കും. ഓട്ടർഷ കാണണോ നിനക്ക്? എടാ, എന്റെ ഡാൻസിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ നൊന്ത് പെറ്റ പെറ്റമ്മേല് സഹിക്കില്ല ഞാൻ. കൊല്ലു ഞാൻ, കൊല്ലു വിളിക്കും. മതി സുധ, ആ ഫോണിങ് ഇതാ, ബാക്കി ഞാൻ പറയാം. വേണ്ടമ്മായി, എനിക്ക് അങ്കക്കലി കൊണ്ടുപോയി. കലാബോധമില്ലാത്ത നിനക്കൊക്കെ ദൈവം തരുമടാ. ഭാര്യയുടെ പാവട വള്ളിമ തൂങ്ങി നടക്കണം നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അവിടെ സ്റ്റാൻഡേർഡുള്ള വേറെ ആരുമില്ലേ? അവർക്ക് ഫോൺ കൊടുക്ക്. എന്ത് പറ്റി സുധ? അവന് നല്ല ആംബിയറുള്ള കൂട്ടത്തിലാ. മത്തായി സാറൊന്നും മിണ്ടാണ്ടിരിക്കും. ഇതൊരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ വിട്ടുകൊടുക്കില്ല ഞാൻ. എന്റെ മാനത്തിന് വില പറയുന്നോടാ. ലോകത്തെ 2 കാര്യങ്ങളെ പ്രവചിക്കാൻ പറ്റാത്തുള്ളൂ. ഒന്ന്, ഒരാളുടെ മരണം. മറ്റേതേ നിന്നെ പോലുള്ള തെണ്ടികള് സിഗ്നൽ കാണിക്കാണ്ട് ഓട്ടോറിക്ഷ എപ്പോഴാ തിരിക്കാന്ന് ലോകത്താർക്കും പറയാൻ പറ്റില്ല. ഡാൻസേ, നിന്നെ എന്നെങ്കിലും റോഡുമേ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ചന്തിലും ഓട്ടോ കയറ്റി കൊല്ലും ഞാൻ. അമ്മായി, അവനെ ഓട്ടോറിക്ഷ കയറ്റി കൊല്ലുന്നു. ഹലോ. ആള് ഭയപ്പാട് വന്നിട്ട് ഫോൺ വെച്ചു. താനെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്തിനാ സാറേ, നമ്മള് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. സാറെന്താ ഇങ്ങനെ പാവാവണേ? എന്നാലും താൻ തറയായി. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമായിരിക്കും. എന്ത്? അല്ല, നമ്മള് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യമായിട്ട് എന്താ എഴുതി പഠിച്ചേ? തറ 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 എന്നല്ലേ? അങ്ങനെ തറയിപ്പോയതായിരിക്കും. പക്ഷെ സാറേ, എത്ര വലിയ മാളിക വീടാച്ചാലും വീണ് കഴിഞ്ഞാൽ താങ്ങാൻ തറയുണ്ടാവുള്ളൂ കേട്ടാ. ഏത് ഡോക്ടറുടെ മടയിലാണാവോ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. സത്യം. നമ്മുടെ ശകുന്തളന്. അന്നമ്മോ. എന്റെ മാത്തു, നീ ഇതെവിടെയാ? എന്തടി, ഞാൻ ഡോക്ടറെ വീട്ടിൽ തന്നെയാ. ഇടേ, ഡോക്ടറെ കുടുംബം ആകെ തല്ലിപ്പൊളിയായിട്ട് കിടക്കുക. ഞാൻ ഒന്ന് അത് സോൾവ് ചെയ്തിട്ട് വിളിക്കണ്ട് ട്ടാ. നീ അവിടെ ഫ്രീയാ? എന്നാ നൈസായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. എന്റെ ഈശോയെ ചതിച്ചോ? ആ വെട്ടിക്കഴുത എന്റെ ചീത്ത പറഞ്ഞിരുത്തി കളഞ്ഞമ്മായി. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാ, ദേഷ്യം തീർക്കാൻ. നിനക്ക് നൊന്താലേ എനിക്കും നോവും. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ദേ ചേച്ചി, അമ്മയും സുധേട്ടനും കൂടി എല്ലാം കൊളാക്കുന്ന തോന്നുന്നു. ചേച്ചി പോയി ഇടപെട്ട് സംസാരിക്കുന്ന നല്ലത്. ദേ, എന്ത് സംഭവിച്ചാലും നഷ്ടം വരാൻ പോകുന്ന നിങ്ങൾക്കാ. ഡോക്ടർ ടെൻഷൻ അടിക്കണ്ടേട്ടാ. നമ്മൾ കൊടുത്ത ബൂസ്റ്റിന്റെ റിസൾട്ട് ഒന്നുമില്ല. എടുക്കട്ടാ. ഹലോ. എന്റെ സുധനെ കരയിപ്പിച്ചോല്ലേ നീ? നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറയാന്നാ? നിനക്ക് സുമതി അറിയില്ല. രണ്ടിനെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കും ഞാൻ. ഏത് ഓട്ടർഷ ഷായ? എന്റെ അമ്മച്ചി നിങ്ങളെ പോലെ കാര്യഗൗരവമുള്ള സ്ത്രീകൾ ഇങ്ങനെ എടുത്തു ചാടിയാലോ?
നമുക്ക് സൗമ്യമായിട്ട് സംസാരിക്കാന്നേ. എന്നെ കാര്യഗൗരവം പഠിപ്പിക്കാൻ നീ ആരാടാ? മര്യാദയ്ക്ക് ഫോൺ നന്ദന് കൊടുക്ക്. എനിക്ക് അവനോടാ പറയാനുള്ളത്. ഏയ്, ഞാൻ പറയണത് സമാധാനപരമായിട്ടൊന്ന് കേക്ക്. ഈ നിസ്സാര പ്രശ്നത്തിന് ഉടക്കി വരുന്ന പെമ്മക്കളെ നല്ല വാക്ക് പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കാണ്ട് നീ പോണ്ടടി മോളെ, നിന്നെ ഞങ്ങൾ ജീവിതാവസാനം വരെ പൊന്നുപോലെ നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കണ ശരിയാണ് അമ്മച്ചി? നിങ്ങളുടെയൊക്കെ കാറ്റ് വെക്ക് ഞാൻ ഒറ്റ ആരാ നോക്കുക? ഇതൊക്കെ മക്കളോട് ചെയ്യുന്ന ക്രൂരത ഉണ്ടാ, ക്രൂരത. എന്താ അമ്മച്ചിയുടെ അഭിപ്രായം? അതിനാരെയാടാ ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ളത്? നീ വലിയ വായിൽ വർത്താനൊന്നും പറയാതെ മര്യാദയ്ക്ക് ഫോൺ നന്ദന് കൊടുക്ക്. ഞാൻ ഡോക്ടർ സാറ് പറഞ്ഞിട്ട് തന്നെയാണ് സംസാരിക്കണേ. ഇപ്പൊ തന്നെ ഡോക്ടറും ആ ഭാര്യ തമ്മില് എന്തുട്ടാ പ്രശ്നം? ആ വെഡിങ് ആനിവേഴ്സറി മുടങ്ങി പോയതല്ലേ? അത് ഉത്തരവാദിത്ത ബോധമുള്ള ആർക്കും സംഭവിക്കണ ചെറിയൊരു കാര്യമാണ്. അത് ഇത്രയും പെരിപ്പിച്ച് കാണിക്കേണ്ട വല്ല കാര്യമുണ്ട് അമ്മച്ചി? കേട്ടില്ലേ, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ അങ്ങാടിപ്പാട്ടാ. അവനെല്ലാം ഓട്ടോക്കാരോട് വിളമ്പിയിരിക്കാം. കുറെ നേരം ആയല്ലോ തന്റെ പ്രസംഗം തുടങ്ങിയിട്ട്. നന്ദേട്ടന് ഫോൺ കൊടുക്ക്, എന്നിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ. ആ, അത് കൊടുക്കാം ചേച്ചി. നമുക്ക് സമാധാനത്തിന്റെ പാതയല്ലേ നല്ലത്? ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ പിണങ്ങിയാലോ? ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ ചൂടാകാൻ മാത്രം എന്തുണ്ടായേ? അതൊന്നും തന്നോട് വിസ്തരിക്കേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് നന്ദേട്ടന് ഫോൺ കൊടുക്കണോ? അത് ഞാൻ കൊടുക്കാം ചേച്ചി. ഞാൻ ഒരു കാര്യം പറയാം. സാറിന് മിണ്ടാണ്ടിരിക്കും, ഞാൻ കാർ ശരിക്ക് തന്നല്ലേ, എന്നെ വിശ്വസിക്കേ ചേച്ചി. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളു ചേച്ചിയെ. പക്ഷെ ചിലർക്ക് ജീവിതം എന്ന് പറയുന്നത് കൺട്രോൾ ഇല്ലാത്ത വണ്ടി പോലെയാണ്. പക്ഷെ സൂക്ഷിച്ചു ഓടിക്കാൻ ശ്രമിച്ചാലോ അതിന് ക്ലച്ച് ഉണ്ട്, ഗിയർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. എന്തിന് നമ്മൾ ചെയ്തു കൂട്ടിയുടെ കണക്കറിയാനുള്ള മീറ്റർ ബോക്സ് വരെ ഉണ്ട്. അവസാനം ബില്ല് വരുമ്പോഴേ കണ്ണ് തള്ളരുത്. ഇത് വലിയ ശല്യമായല്ലോ. താൻ ഫോൺ നന്ദേട്ടന് കൊടുക്കണോ? ഇഡിയറ്റ്. അത് കൊള്ളാം, ആ വിളി എനിക്കിഷ്ടായിട്ടാ. എന്നെ എന്തുകൊണ്ട് വിളിച്ചോ? പക്ഷെ ഇപ്പോ ഇണക്കത്തിന് എന്തുട്ടി ന്യായമുള്ളേ? നീ എന്താ എന്നെ ന്യായം പഠിപ്പിക്കുക? പെൺമക്കളെ അമ്മമാര് വീട്ടിൽ പിടിച്ചു നിർത്തുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടല്ലോ കുറച്ചു മുമ്പ്. ഒരു ഭാര്യയും നിസ്സാര കാര്യത്തിന് ഭർത്താവിനെ ഇട്ടിട്ട് പോവാറില്ല. ഒരുപാട് സഹിച്ച് ക്ഷമ നശിക്കുമ്പോ പ്രതികരിച്ചു പോവും. എന്താ അവള് പറയുന്നത്? എനിക്കും കൂടെ കേൾക്കണം. ഒരു ഭാര്യ എന്ന രീതിയിലുള്ള പരിഗണന ആഗ്രഹിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം കാര്യത്തിലും ജോലിയിലും മാത്രം താല്പര്യമുള്ള ഒരാളോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പെരുമാറേണ്ടത്? എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ്, അല്ലാതെ ആശുപത്രിയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ അല്ല. ഡോക്ടർ എന്ന് പറഞ്ഞാലേ പണം മാത്രം ഉണ്ടാക്കുന്ന ഒരു ഉപകരണമല്ല, രാജ്യത്തിന്റെ പൊതു സ്വത്താ. എന്താ അവിടെ ഒരു മുറുമുറുപ്പ്? ആശുപത്രിയെ കുറ്റം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എടോ ഉപദേശി, നീ നിന്റെ ഡോക്ടറോട് പറ ആദ്യം സ്വന്തം വീടിന്റെ അസുഖം ഭേദമാക്കാൻ, എന്നിട്ട് മതി നാട്ടുകാരുടെ. അതെ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ഞാൻ ഓപ്പറേഷൻ ചെയ്തോളാം അമ്മജി. ആ പറഞ്ഞത് നേരാണ്. ഈ ചുമരുണ്ടെങ്കിലേ പടം വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കുടുംബം എന്നുള്ള പടം വരയ്ക്കേണ്ടത് ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടില്ല അമ്മച്ചി. അല്ല സാറേ, അമ്മച്ചി ആലോചിച്ച് നോക്കിയേ. ഇവിടെ തന്നെ ഇപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടായേ? നാളെ പ്രധാനമന്ത്രി വരെ ആകേണ്ട ഒരു MLA ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതാ. അതിന് നിങ്ങളുടെ കുറെ പേരുടെ സമയം ചിലപ്പോ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത് ശരി തന്നെയാണ് അമ്മച്ചി. അമ്മച്ചിനൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടില് കുറെ നാളുകൾക്ക് ശേഷം ലീവില് വരുന്ന ഒരു പട്ടാളക്കാരൻ വീട്ടിലെത്തി പെട്ടി വെക്കുമ്പോഴായിരിക്കും കോള് വരണേ. വേഗം ചെല്ലാൻ. ദേശസ്നേഹിയായ പട്ടാളക്കാരനാച്ചാ മൂപ്പരി പോയിരിക്കും. അതാ ജോലിയുടെ പ്രത്യേകത അമ്മച്ചി. എന്തുട്ടിന് ദേശസ്നേഹിയായിട്ടുള്ള ഈ ഓട്ടോക്കാരൻ രാവിലെ മുതൽ ഓട്ടം കഴിഞ്ഞ് രാത്രി വന്ന് കിടക്കുമ്പോഴായിരിക്കും കോള് വരണേ. നമ്മള് പോകും അമ്മച്ചി. നമ്മുടെ ഓട്ടോ കൂലി പോട്ടെ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കണ കാശ് പോലും തിരിച്ചു കിട്ടില്ല. എന്ന് വെച്ചാൽ നാളെ ഒരിക്കലും നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മള് പോകാതിരിക്കോ? നമ്മള് പോവും. അത് മനുഷ്യത്തുള്ള ഏത് ഓട്ടോ ഡ്രൈവർ ആച്ചാലും പോവും. അത് ഞങ്ങള് ഡ്രൈവർമാരുടെ ഒരു പ്രത്യേകതയാണ് സാറേ. അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? വേറൊന്നുമില്ല. ഏതൊരു ഭർത്താവിന്റെയും ജോലിയുടെ സ്വഭാവ രീതി ഒരു ഭാര്യ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടിലെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ അമ്മച്ചി നേരത്തെ പറഞ്ഞ മറ്റേ പടം ഉണ്ടല്ലോ, ഫോട്ടോ, അതിങ്ങനെ ഒരുമിച്ചിരുന്ന് വരയ്ക്കാൻ പറ്റും. അല്ല സാറേ? ചേച്ചിക്കറിയോ, ചില അച്ഛനമ്മമാര് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ലാളിച്ചും പൈസയുടെ വില പോലും അറിയിക്കാതെ അങ്ങോട്ട് പാടും. എന്നിട്ട് അവറ്റോളെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കുമ്പോ ആ ഭർത്താവിന്റെ വീട്ടിലും ഈ ലാളനെയും സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കേണ്ടതേ മണ്ടത്തരാണ്. ഈ വാശിയാണ് ഈ വഴക്കിനും വക്കാണത്തിനും ഇറങ്ങിപ്പോക്കിനൊക്കെ കാരണം. അറിയോ ചേച്ചി? അമ്മയെ, കല്യാണം കഴിപ്പിച്ച് അയക്കണ പെൺകുട്ടികൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഭർത്താവിന്റെ ജോലി, വരുമാനം. അതറിഞ്ഞു വേണം ജീവിക്കാന്ന്, അതറിഞ്ഞു വേണം പൈസ ചെലവാക്കാന്ന്.
അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഏറ്റവും മനസമാധാനമുള്ള ഭാര്യ ഭർത്താക്കന്മാര്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? പറയുന്നതാണ്. എനിക്കറിയില്ല സാറേ ഞാൻ പറയണത് ശരിയാണോ എന്ന്. എന്നിട്ട് കുന്തെങ്കിലും ആവട്ടെ. അപ്പൊ അമ്മച്ചി ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? നീ കുറെ നേരം ആയാലും ഉപദേശം തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ തിരിച്ചറിവേ ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും ആവാം. താൻ എന്താ വിചാരിച്ചത്? ഭർത്താവ് കൽപ്പിക്കുക, അതൊക്കെ ഭാര്യ മിണ്ടാതെ അങ്ങ് അനുസരിക്കുക. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി അടിച്ചമർത്താൻ ഒരു പെണ്ണിനെയും കിട്ടില്ല. അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഈ ലോകത്ത്. ഇന്നിവിടെ പുരുഷ മേധാവിത്വമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. അറിയോ? അമ്മച്ചി മറ്റേ ലൈനാണല്ലേ ഈ എന്നിട്ട് സ്ത്രീ വിമോചനം. ഈ സ്ത്രീയാണ് ഈ പ്രശ്നം ഇത്ര വഷളാക്കുന്നത്. അവരുടെ ഒരു പുരുഷ വിദ്വേഷം. സാറേ സാറൊന്നും മിണ്ടാണ്ടിരിക്കി. ഞാൻ എങ്ങനെങ്കിലും ഒന്ന് യോജിണ്ടാക്കട്ടെ. അമ്മച്ചി നിങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളിൽ നിന്ന് മോചനം കിട്ടിട്ട് എങ്ങടാ പോണ്ടേ? അന്യഗ്രഹത്തിലേക്കാ? ഇവിടെ ആകെ 2 ടീംസ് അല്ലേ ഉള്ളൂ, ആണുങ്ങളും പെണ്ണുങ്ങളും. ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങളും ഇല്ല, പെണ്ണുങ്ങളില്ലാതെ ആണുങ്ങളും ഇല്ല. അങ്ങനെയല്ലേ മൂപ്പര് നമ്മൾ ഇങ്ങോട്ട് പടച്ചു വിട്ടിരിക്കണേ? സൈലൻസ്. ഹലോ ഹലോ, ഇതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പുരുഷന്മാരൊക്കെ ഒറ്റക്കെട്ടാണല്ലോ. അതെ, ഒറ്റക്കെട്ടാ. ഈ ആണുങ്ങളൊക്കെ ഒറ്റക്കെട്ടാമായി. ടെൻഷൻ മാറാനേ ചെറുതല്ലതാ. കുറച്ചെടുത്ത് നിന്റെ കണ്ണിത്തേക്ക്. അമ്മായി ഞാൻ പറഞ്ഞു വരണതേ, സ്ത്രീകൾ ആദ്യം മോചനം നേടേണ്ടത് അവരുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ജന്മന കിട്ടുന്ന ലജ്ജ, സ്ത്രൈണത, ഇതിനൊക്കെ മറികടക്കാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ടല്ലേ നിങ്ങൾ സ്ത്രീകള് സാറ് വലിയ പരിവില്ലാത്ത പറയണേ? ദുർബല. ദുർബല എന്ന് പറയണേ? താനീ സംസാരിക്കുന്നതേ ഈ മണ്ഡലത്തിലെ വനിതാ വേദിയുടെ സെക്രട്ടറിയോടാ. അതെന്തുട്ടെങ്കിലും ആവട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളുടെ സ്നേഹത്തിന്റെയും ഭയത്തിന്റെയും മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെട്ടു പോണേ. ഇപ്പൊ തന്നെ അമ്മച്ചിയുടെ 2 പെമ്മക്കള്, 2 സാറേ, ആ 2 പെമ്മക്കളെയും ചേച്ചി എന്തിട്ട് പറഞ്ഞ വളർത്തിയിട്ടില്ലേ? നീ പെണ്ണാണ്, നീ ആട്ടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്. അപ്പൊ ആദ്യം തന്നെ ആ കുട്ടിയോളെ അടിച്ചമർത്തിയതാരാ? അമ്മയ്യനല്ലേ? വലിയ ലോകപരിചയമുള്ള ആളാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ആ 2 പെമ്മക്കളെ ആ പിള്ളേരെ തന്റെ അടുത്തുള്ള വളർത്താൻ പറ്റാതിരുന്നേ? അതാണ് പെണ്ണെന്നും പെണ്ണ് തന്നെയാ. അതാണ് പ്രകൃതി നിയമം. പെണ്ണിന് ലജ്ജലി പിന്നെ എന്തുകൊണ്ട് കൊള്ളാം. കേരളത്തിന്റെ കണക്കെടുക്കുമ്പോ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ. പക്ഷെ ഒരു ജോലിക്ക് മാത്രം വിളിച്ചാ ആരെയും കിട്ടാനില്ല. ഏത് ജോലി എന്ന് പറയാൻ പറ്റുമോ അമ്മച്ചിക്ക്? ഞാൻ പറയാം, ഡാൻസ് ടീച്ചർ. ആ സ്ഥാനത്തിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയോ? ഞാൻ അമ്മച്ചിയെ ചോദിച്ചേ. എനിക്കറിയില്ല. അതാണ് തെങ്ങുമ്മ കയറാൻ. കേരളത്തിൽ സ്ത്രീ വിമോചനം എന്നും പറഞ്ഞ് നടക്കണ നിങ്ങളെ പോലുള്ളവർക്ക് തെങ്ങുമ്മ കയറി 4 തേങ്ങ ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് കലക്കി. അത് ശരിയാ, ഞാൻ കുറെ ട്രൈ ചെയ്താ, ഇന്ന വരെ പറ്റിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു നിർത്തിയതാവോ? ഇപ്പോ കാട്ടിലെ കാര്യം തന്നെ എടുക്കാം. അവിടെ 10-20 പെണ്ണാനകൾ നിരന്നാലും അവറ്റോളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരൊറ്റ കൊമ്പം മതി. അതാ പറയണേ, മൃഗായാലും മനുഷ്യനായാലും ആണ് എന്നും ആണ് തന്നെയാ. അല്ലാണ്ട് ജിമ്മിൽ പോയി മസിൽ വരിപ്പിച്ചാലൊന്നും പെണ്ണാണിനെ പോലെ ഒന്നും ആവില്ലാട്ടാ. ആണിന് എത്ര മസിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? പെറാൻ പെണ്ണ് തന്നെ വേണ്ടെന്ന് തിരിച്ചടിക്കാമായി. രാധേ, അച്ചാർ തീർന്നുട്ടാ. ഇനി ടെൻഷൻ മാറ്റാൻ എന്താ കഴിക്കുക? അണ്ടിപ്പരിപ്പുണ്ടോ രാധേ 2 എണ്ണം എടുക്കാൻ? ഇപ്പൊ നിങ്ങൾ സ്ത്രീകളുടെ പ്രശ്നം എന്തുട്ടാ? ഞങ്ങൾ ആണുങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഭരിക്കണമെന്നാ? ലോകത്തിലെ എല്ലാ ആണുങ്ങളും കൂടി ഒരു മൈതാനത്ത് ഒത്തുകൂടിയിട്ട് ഇനി മുതൽ നമ്മൾ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുള്ളൂ എന്നൊന്നും എടുത്തിട്ടുള്ള തീരുമാനം അല്ല ഇത്. ഇത് കേരളത്തിൽ മാത്രല്ല, ലോകത്തുള്ള ഭൂരിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളോട് ഇങ്ങനെ തന്നെ പെരുമാറണേ അല്ലേ സാറേ? പിന്നല്ലാതെ ചേച്ചി, നമ്മുടെ നാട്ടിലെ ഗാർഹിക പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും കൂടണം എന്തുകൊണ്ടാണെന്നറിയോ? അതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ ഭയമില്ലാത്തോണ്ടാണ്. ചേച്ചി പത്രത്തിൽ വായിക്കാറില്ലേ? പീഡന കേസിൽ അറസ്റ്റിലായവൻ അതിനു മുമ്പ് 16 കേസിലെ പ്രതിയായിരുന്നു. എന്നിട്ട് അവന് വീണ്ടും കിട്ടണ ജാമ്യം. തന്റെ കവല പ്രസംഗം നിർത്തണോ? സത്യം പറയുമ്പോഴേക്കും കവല പ്രസംഗം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളല്ലേ എന്റെ ചേച്ചിയെ. ചേച്ചി, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പൊ നിയമലംഘനാണ്. ഇതെന്തുട്ടാ? നമുക്ക് നിയമങ്ങൾ അനുസരിക്കാൻ അറിയാത്തോണ്ടാ? ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവിടെ വണ്ടി ഓടിക്കണ നമ്മള് മലയാളികള് ഗൾഫിൽ ചെന്ന് വണ്ടി ഓടിക്കണ കണ്ടു കഴിഞ്ഞാൽ അവറ്റോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അവിടത്തെ നിയമം അനുസരിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിലേ അവന്റെ അട്ടപ്പ് തെറിക്കുന്നവനറിയാം. എന്തുട്ടിന് ഏത് നട്ടപ്പാതിരാക്കും ഒരു സ്ത്രീക്ക് സുഖമായിട്ട് ഇറങ്ങി നടക്കാം. ഒരുത്തിന്റെ കൈ പൊങ്ങില്ല. അങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പൊങ്ങാനുണ്ടാവില്ലെന്ന് അവനറിയാം. അതാണ് അവിടുത്തെ സ്ത്രീ സുരക്ഷയ്ക്ക് അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന ശക്തി. ഈ സൗമ്യ വധക്കേസ് ഇപ്പൊ ഗൾഫിലാണ് നടന്നെങ്കിലോ ആ ഗോവിന്ദചാമിയുടെ 3ാം ചരമവാർഷികം ഇപ്പൊ ഇവിടെ ആഘോഷിച്ചാനെ. അങ്ങോരാച്ച നമ്മുടെ അവിടുത്തെ ജയിലിൽ കിടന്ന് ഫുഡടിച്ചേ ഇപ്പൊ ഗൾഫുകാരനെ പോലെയായി. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടില് സ്ത്രീ സുരക്ഷിതയല്ലാത്തതേ പുരുഷ മേധാവിത്വം കൊണ്ട് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റത്തിന്റെ കുഴപ്പം. അതെ, നീ ഒരു ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണോ? നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? അത് സാറേ, അത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ഷാജി വക്കീലുണ്ട്. ഞാൻ മൂപ്പരുടെ കൂടെ കുറെ നാൾ വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ട്. അവിടുന്ന് തോണ്ടിയതാ. അത് ശരി.
ഇനിയിപ്പോ ഞാൻ സാറിന്റെ കൂടെ ഒരു വർഷം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യൂട്ടാ. കർത്താവെ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനി ആരെങ്കിലും തല്ലി ബോധം കെടുത്തിട്ടുണ്ടാവോ? തന്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കലും നിയമം പഠിപ്പിക്കലും കഴിഞ്ഞോ? ഡാൻസ് ഈ പാണ്ടിലൂരുടെ ഇടപെട്ട തവളയാണോ നിനക്ക്? ഓ, ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെ, പണ്ടത്തെ തന്നെ ശങ്കരൻ തന്നെ തെങ്ങുമ്പ തന്നെ 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 എന്ന് പറഞ്ഞ പോലെ അയാൾ പിന്നെയും വണ്ടിയും ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. എന്തൊരു കഷ്ട ഇത്. എന്റെ പൊന്നു നർത്തക, വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് വെറുതെ അപസ്വരമായിട്ട് കയറി വരില്ലേ? അപസ്വരോ? ഞാനോ? എടോ, ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീര് കുടിപ്പിക്കാൻ അപസ്വരായി കയറി വന്നത് നീയാടോ ഞാനാടോ? എന്റെ പൊന്നു ചങ്ങായി, കണ്ണീര് കുടിപ്പിക്കാനല്ല, അത് തുടപ്പിക്കാനാണ് ഞാൻ ഈ കിടന്ന് പെടാ പാടുപെടണ. ഓ പിന്നെ, തന്റെ പെടാപാട് കേട്ടിട്ട് ഞങ്ങൾ കുടിച്ച കണ്ണീര് മുഴുവൻ തുപ്പിക്കളയാൻ പോലെ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ സുധ. അതെന്നെ ചെയ്യണേ. എടോ, സ്വന്തം ഭാര്യയുടെ കണ്ണീര് തുടയ്ക്കാൻ അന്യപുരുഷന്റെ സഹായം തേടിപ്പോയ അയാളെന്ത് ബോർനാടോ? അതിന്റെ മറുപടി ഞാൻ പറയാം. ഞാൻ സംസാരിക്കാം. എടോ നർത്തക, ഇത്രയും കാലം എന്റെ ഭർത്താവ് ഡോക്ടറാണ്, എന്റെ മരുമകൻ ഡോക്ടറാണെന്നൊക്കെ അഹങ്കരിച്ച് പറയുമ്പോ ഈ ഡോക്ടർ ബോർനായിരുന്നില്ലോ. ഇതുപോലത്തെ ഉണ്ടല്ലോ മാണിക്യം പോലത്തെ ഒരു ഡോക്ടറെ കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ ഒറ്റക്കാലിന്ന് തപസ് ചെയ്യണം. തപസ് അറിയോ നിങ്ങക്ക്? ഇപ്പൊ പറ്റിയ സമയ തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയാലേ ഫോറസ്റ്റാർ ഓടിക്കില്ലോ. എടോ, അന്തസ്സുള്ള തറവാടായത്. ഞങ്ങൾ വിചാരിച്ചാലേ ഇതിനേക്കാൾ പേരും പ്രശസ്തിയുള്ള നല്ല നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും നാളെ ഇവിടെ വന്ന് ക്യൂ നിൽക്കും. ക്യൂ അല്ലേ? പിന്നെ ക്യൂ നിൽക്കാൻ നിങ്ങളവിടെ ബീവറേജ് അല്ലേ തുടങ്ങാൻ പോണേ? ഞാൻ അന്നേ പറഞ്ഞതാ, കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യം അറിയാവുന്ന നല്ല നല്ല ഡാൻസ് മാഷന്മാര് എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. ആ വേണുക്കുട്ടനുണ്ടല്ലോ, നല്ല കലാഹൃദയുള്ള ക്രിമിനൽ വക്കീല. അതൊന്നും പറ്റാഞ്ഞിട്ടല്ലേ ഈ ഡോക്ടറെ തേടി പോയത്. അനുഭവിച്ചോ? ആവൂ, നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് അനുഭവിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്നിട്ടാ പറഞ്ഞേ, നിങ്ങൾ വിളിച്ച ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നല്ലേ? എന്നാ പിന്നെ ആളുകളെ ക്യൂ ആയിട്ട് നിർത്ത്, എന്നിട്ട് പറ്റിയ ആളെ കൊണ്ട് മോളെ കെട്ടിക്ക്. അതൊന്ന് കാണണല്ലോ. അത് ശരി, ഞങ്ങളിത് പറയാൻ കാത്തു നിൽക്കായിരുന്നില്ലേ? അമ്മായി ഇപ്പൊ എന്തായി? നടത്തുവിടോ, നല്ല അന്തസ്സായിട്ട് കല്യാണം നടത്തും. പാണ്ടിമേളവും പഞ്ചാരിമേളവും കഥകളിയും ഒക്കെ കളിച്ച് നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഈ ചേച്ചിയുടെ കല്യാണ ഘോഷയാത്ര പോവുകയും ചെയ്യും അല്ലേ? പോവുകയും ചെയ്യും. ഡാൻസേ, എന്നാ കേട്ടോ, ആ കല്യാണ ഘോഷയാത്ര കാണാൻ എന്റെ ഡോക്ടറും ഡോക്ടറെ പുതിയ ഭാര്യയും ഗേറ്റുമ്പോ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാനും ഉണ്ടാവും. എന്നാ ശരിടോ, കല്യാണത്തിന് കാണാടോ. ആ ആയിക്കോട്ടെ, നമുക്ക് കല്യാണത്തിന് കാണാം. എന്താ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? കല്യാണത്തിന് കാണാന്ന്. എന്നിട്ട് വിചാരിച്ച നമ്മുടെ അടുത്താ തൃശ്ശൂർ പൂരം കണ്ട് ശീലിച്ചോന്റെ അടുത്താ ഓലപ്പടക്കായിട്ട് വരണേ. എനിക്ക് വേറെ പെണ്ണന്വേഷിക്കാൻ താനാരാണ്? അത് ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. മിണ്ടരുത്. എനിക്കൊരു സഹായമാവുന്ന കരുതി തന്നെ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റാൻ ഞാനാണ് മണ്ടൻ. ഇല്ല സാർ, ഞാൻ ഈശ്വര, ഇത് ഊരാനും കിട്ടണില്ലല്ലോ. കട്ടും കിട്ടായ നമുക്ക് അച്ഛന്റെ അടുത്ത് പോവാ. എല്ലാവർക്കും സമാധാനമായല്ലോ. എല്ലാം നശിപ്പിച്ചു. സാറേ, ഇതൊരു ചെറിയ പ്രശ്നമാണ്. ഇത് പൂർണ്ണമായിട്ട് ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇപ്പൊ ശരിയാക്കി തരാം. എന്തിന്റെ പ്രശ്നം? മൊബൈൽ തന്നെ. ഒരു മസാല ദോശ കഴിക്കാൻ ഹോട്ടൽ കയറില്ല. എന്റെ ഭാര്യ ടോയ്ലറ്റ് ചെന്നപ്പോ ഒളിക്യാമറ. ഇപ്പൊ എന്റെ ഭാര്യ മാറാ തെണ്ടിയുടെ ഫോണിലാ. അയ്യോ, തള്ളിക്കൊല്ലടാ തെണ്ടിയെ. അതെ, നേരത്തെ പറഞ്ഞ ആ സാമൂഹിക പ്രതിബദ്ധത അങ്ങനെ വല്ലതും ഇപ്പോഴും ഉണ്ടെങ്കിൽ ചെല്ല്. എന്നിട്ട് ആ സ്ത്രീയെ അപമാനിച്ച മൊബൈൽ തെണ്ടിയുടെ കൊറണക്കുറ്റിക്കിട്ടൊന്ന് പൊട്ടിക്ക്. അതിനൊരു അന്തസ്സുണ്ട്. ഇത് ചുമ്മാ കുടുംബം കലക്കാൻ വേണ്ടിട്ട്. അന്നമ്മ, നീ എന്നൊന്ന് മനസ്സിലാക്കടി. എന്താ കുറ്റബോധം തോന്നുന്നുണ്ടോ? സൂക്ഷിച്ചിരിക്കേ അന്നമ്മോ. നീ ഒരു വക്കീൽ ഗുമസ്തലടി. കുടുംബ കോടതിയിൽ വരുന്ന ഒരുപാട് സ്ത്രീകളുമായിട്ട് നിനക്ക് സംസാരിച്ച് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. നീ ആ ലൈനിലൊന്ന് പിടിക്കേ. ചേട്ടൻ, ഒരു പാലും വെള്ളം. നിനക്കാണ്. ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ടല്ലോ. നിങ്ങൾ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു മയം വന്നാലോടിയേ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്താടിയേ. സോൾവ് ചെയ്യല് ഇനി ആ വാക്ക് മിണ്ടി പോരുത്. ഇല്ല ചേട്ടൻ, ഈ കുട്ടിക്ക് ഒരു പാലും വെള്ളം കൊടുക്കൂ. എടുത്തു. നോക്കിയേ,
അവനെ പിടിച്ചൂടിയേ. എവനെയൊക്കെ കൊന്നുകളയാ വേണം. എന്നാ പോലെ. പിടിക്ക്. കണ്ടാ അവനെ പിടിച്ചപ്പോ ആ പ്രശ്നം തീർന്നണ്ട. നേരെ മറിച്ച് അങ്ങോരത് കണ്ടില്ലാന്ന് അടിച്ചിരുന്നെങ്കിലോ നാളെ ആ ചേച്ചിയുടെ മാനം യൂട്യൂബിലൂടെ ലോകം കണ്ടേനെ. അതാ ഞാൻ പറയണേ, ഒരു പ്രശ്നത്തിന്റെ പുറകെ ഓടുമ്പോഴേ അതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അന്നാമ്മേ ഡേ, നീ എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി താടി. പക്ഷെ നീ ഇനിയൊന്നും മിണ്ടരുത്. മിണ്ടില്ല. ഹലോ ഡോക്ടർ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. ആ പറയൂ. ഇന്നലെ അഡ്മിറ്റ് ചെയ്ത സീരിയൽ നടൻ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാ. അതത്ര സീരിയസ് കേസൊന്നുമല്ല, വെറുതെ പേടിച്ച് ടെൻഷൻ അടിക്കുക. ഡോക്ടർ ജോണിനോടൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ. ശരി ഡോക്ടർ. ഓക്കെ. സാർ നമസ്കാരം. ദാമ്പത്യ ജീവിതത്തിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളെ അതിവിദഗ്ധമായി നേരിടുന്നത് എങ്ങനെ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വർണ്ണചിത്രങ്ങളോട്. സാർ, ഓരോ വീട്ടിലും വാങ്ങി സൂക്ഷിക്കേണ്ട പുസ്തകമാണ് സാർ. സോറി. ഞാൻ പോവാ. ഓരോരുത്തരുടെയും വാക്ക് കേട്ട് നിന്നിട്ട് എന്റെ മനസ്സ് പോലും അറിയാത്ത കാര്യങ്ങളാ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചത്. ഇതിനൊക്കെ നിന്ന് എന്നെ പറഞ്ഞാ മതി. നിന്റെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ നീ തന്നെയല്ലേ ഇവിടെ വന്ന് പറഞ്ഞത്? എന്നിട്ട് അതൊക്കെ കേട്ട് നിന്ന് ഞങ്ങളായി കുറ്റക്കാര്. വേണ്ട, ഇനി ആരോ കുറ്റം ചുമക്കണ്ട. ഒരു സമാധാനത്തിന് വേണ്ടിയാ ഞാൻ ഈ വീട്ടിലോട്ട് ഓടി വന്നത്. ഇപ്പൊ എല്ലാവരും കൂടി എന്റെ ഉള്ള സമാധാനം കളഞ്ഞു. ദൈവമേ, ഞാനിതിനി എവിടുന്നാ തുടങ്ങുന്നത്? ആദ്യം സോറി എന്ന് പറയാം. അല്ലേ വേണ്ട, അവസാനം സോറി എന്ന് പറയാം. ഓ, അവൻ പോയില്ലേ? അവന്റെ ഒരു ദാമ്പത്യവും പരിഹാരവും. ആരാ? ഞാൻ അന്ന, അഡ്വക്കേറ്റ് റോയ് തോമസിന്റെ ഓഫീസ് സ്റ്റാഫാ. വക്കീൽ ഗുമസ്താന്ന് വേണമെങ്കിൽ പറയാം. എന്താ കാര്യം? എന്താ? റിലാക്സ് ഡോക്ടർ. ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. ഞാനൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് കയറി വന്നത്. കാര്യം പറ. ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഗീത എന്നല്ലേ വൈഫിന്റെ പേര്? അതെ. ഡോക്ടറും വൈഫും തമ്മിൽ പിണക്കത്തിലാണല്ലേ? ദൈവമേ, ഇത്രയും പെട്ടെന്ന് വക്കീലന്മാര് മുഴുവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞ? വക്കീലന്മാര് മുഴുവനും അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു. ഡോക്ടറെ, എന്നെ വിളിക്കാനാണ് മത്തായി ഇവിടെ വന്നത്. അങ്ങനെയാണ് ഈ ഹർത്താലിൽ കുടുങ്ങിയതും ഡോക്ടറെ കണ്ടതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും. അത് ശരി. ആ വരവെന്റെ നെഞ്ചത്തേക്കാണ് അവൻ ഓടിക്കേറിയത്. വാചകൊടിച്ച് സ്നേഹപൂർവ്വം എനിക്കൊരു കല്യാണം നിശ്ചയിച്ചിട്ടാവും പോയത്. അതെല്ലാം പോട്ടെ, ഈ വരവന്റെ ഉദ്ദേശം എന്താണ്? വേറെ ദുരുദ്ദേശമൊന്നുമില്ല. മത്തായിക്ക് പറ്റിപ്പോയൊരു അബദ്ധം കൊണ്ട് ഡോക്ടറുടെ കുടുംബം തകരരുത്. ഇത് ചേച്ചി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി. വേണ്ട, ഈ കാര്യത്തിൽ ഇനി എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഡോക്ടർ, അങ്ങനെ പറയരുത് പ്ലീസ്. ഇവിടുന്ന് ഇറങ്ങി എന്നെ കണ്ട സമയം മുതൽ മത്തായി കരയായിരുന്നു. സത്യത്തിൽ മത്തായിയുടെ ആ കണ്ണീര എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. കുറ്റബോധം കൊണ്ട് ഇങ്ങോട്ടേക്കൊന്ന് കയറാൻ പോലും കഴിയാതെ ഇവിടുത്തെ തൂണി പിടിച്ചെന്ന് കരയുന്നുണ്ടാവും ആ പാവം. ഇവിടുത്തെ തൂണില? മത്തായി, ഹലോ. ഇനി ഒരിക്കലും ഹലോ എന്ന് മാത്രം നീ പറയരുത്. സാറേ, ഞാനും ഇവിടെ ഒരുമിച്ച് ജീവിക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോ ഇതെനിക്ക് ശരിക്കും പറ്റിപ്പോയതാണ് സാറേ. സാറിന് ക്ഷമിക്കണം, ശരിക്കും പറ്റിപ്പോയതാണ്. താൻ കരയണ്ട. അതൊന്നും സാരില്ല, ഞാൻ കയറി വന്നോട്ടെ. കേറി വന്നോളൂ. താങ്ക് യു വെരി മച്ച്. പക്ഷെ നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇല്ല, മിണ്ടില്ല. ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം, കുറച്ചു ദിവസം കഴിയുമ്പോ രാത്രി ഒരു പെണ്ണിന്റെ ഫോൺ വന്നു, അപ്പൊ തന്നെ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞ് ഭർത്താവിനെ സംശയിച്ച് കരഞ്ഞു പിഴിഞ്ഞ് ഇങ്ങോട്ട് ഓടി വരരുത്. അമ്മേ, ചേച്ചിക്ക് പറയാനുള്ളത് ചേച്ചി തന്നെ പോയി നന്ദേട്ടനോട് പറയട്ടെ. അങ്ങനെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാ മതി. നീ എന്റെ അമ്മയാവാൻ നോക്കണ്ട. കുറച്ച് വഴിയല്ലേ സാർ? കേട്ടു സാറേ. അപ്പൊ അന്നെ സംസാരിക്കട്ടെ അല്ലേ? അല്ല, ഇല്ല, ഞാൻ സംസാരിക്കില്ല, അന്നെ സംസാരിക്കുള്ളൂ. നീ സംസാരിച്ചാ മതിട്ടാ. ഗീതേച്ചി, ഞാൻ ആ ഗേറ്റ് വരെ വരില്ല കേട്ടോ. ആ ഡോക്ടറെ കണ്ടാലേ ഒരു കൊലപാതകം നടക്കും, അതുകൊണ്ടാ. ഈ പെട്ടിയുടെ കനം കണ്ട 2:30 കൊല്ലത്തേക്ക് തിരിച്ചു വരില്ലെന്ന് തോന്നാം. ഇതോടെല്ലാം ശരിയാവണേ.
ഹലോ ഹലോ ഗീത ചേച്ചി അല്ലേ? അല്ല, ഗീതയുടെ അമ്മയാണ്. ആരാ? ആന്റി, ഞാനൊരു വക്കീൽ ഗുമസ്തയാണ്. ഗീത ചേച്ചിയായിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. ഞാനിപ്പോ നന്ദൻ സാറിന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഗീതേ, 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 അവൻ നമ്മളെ ചതിച്ചല്ലോടി. ചെല്ല്, വേഗം ചെല്ല്. എന്നിട്ട് വക്കീൽ നോട്ടീസ് നേരിട്ട് വാങ്ങിച്ചോ. മനസ്സിലായില്ലേ? അവൻ ബന്ധം വേർപെടുത്താൻ കോടതിയിൽ നിന്ന് വക്കീലിനെയും ഗുമസ്താനെയും ഒക്കെ വിളിച്ചു വരുത്തിയെന്ന്. ആ ഗുമസ്തയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ഇപ്പൊ സമാധാനമായില്ലേ? എന്നെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയോളല്ലേ നീ? സംസാരിക്കും, പോയി സംസാരിക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ ശരിയാവുന്നു. നീ വന്ന കാരണ. ഹലോ ഹലോ ചേച്ചി, ഞാൻ അന്ന. കുടുംബ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് റോയ് തോമസിന്റെ ഗുമസ്തയാണ്. ചേച്ചി ഡോക്ടറോട് പിണങ്ങി ഇറങ്ങിപ്പോയതാണല്ലോ. അതിനുശേഷം ഉണ്ടായ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ. വേണ്ട, അതെനിക്ക് കേക്കണ്ട. എനിക്കിനൊന്നും സംസാരിക്കാനുമില്ല. പക്ഷെ നന്ദേട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാം ക്ഷമിച്ച് തിരിച്ചു വരാൻ കാറിൽ കയറിയതായിരുന്നു ഞാൻ. അപ്പോ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഇനി കോടതിയെങ്കിൽ കോടതി. വെച്ചോ. ഹലോ ഹലോ. അയ്യോ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ്ടോടി. എന്തുട്ടാ ചെയ്യാ? നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഡോക്ടറെ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണമെന്ന് കരുതിയിട്ടാ ഞാൻ ഗുമസ്തയാന്നൊക്കെ പറഞ്ഞത്. അവരത് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ആര് തെറ്റിദ്ധരിച്ചാലും എല്ലാം എന്റെ നെഞ്ചത്തേക്കാണല്ലോ ദൈവമേ വരുന്നത്. ഒരു കണക്കിന് എന്റെ രാധ എത്ര ഭാഗ്യവതിയാ. എന്റെ കൂടെ പെട്ടിയായിട്ട് വന്നിട്ട് കുട്ടിയായിട്ട് പോണ്ടി വന്നില്ല നിനക്ക്. അമ്മായി എത്ര നന്നായി. അതെ, അങ്ങോട്ട് പോവാതിരുന്നല്ലേ? അതല്ല, ചേച്ചി വന്നപ്പോ 2.5 കൊല്ലത്തെ ഡ്രസ് കൊണ്ടുവന്നില്ലേ, അതാ നന്നായി എന്ന് പറഞ്ഞത്. സുധാ, വിളിക്കടാ ഒരു നല്ല വക്കീലിനെ. അങ്ങനെ ഇത് വിടാൻ പറ്റില്ലല്ലോ. അതെ, എന്റെ സ്കൂളിൽ മോഹിനിയാട്ടം പഠിക്കാൻ പറഞ്ഞ ഒരു ലംബോദരൻ നായരുണ്ട്. നല്ല കലാഹൃദയുള്ള വക്കീല. നന്നായി കുച്ചിപ്പുടിയും കളിക്കും. അയാളാവുമ്പോ വലിയ തിരക്കൊന്നുമില്ല. കേസായിട്ട് നമ്മുടെ മാത്രം ഉണ്ടാവും. ഒന്ന് പൊക്കി വെക്കടോ. ഹലോ ഹലോ, മേനോൻ സാറല്ലേ? അതെല്ലോ. ഇത് ഞാനാ, സുമതി. അതെ, ഞാൻ വിളിച്ചതേ മേനോൻ സാറിന്റെ രണ്ടാമത്തെ മോളുടെ ഡിവോഴ്സ് കേസിന് ആരായിരുന്നു വക്കീല്? അയ്യോ, അത് നമ്മുടെ അഡ്വക്കേറ്റ് രഘുരാമനാ. ഓ, അയാളാണോ? എന്താ 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 കാര്യം? ഒരത്യാവശ്യമുണ്ട്. അയാളുടെ മൊബൈൽ നമ്പർ ഒന്ന് തരാമോ? നോക്കട്ടെ. ഓക്കെ, നോക്കിട്ട് മതി. ഞാൻ പിന്നെ വിളിക്കാം. ചേച്ചി, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗീതേ, വക്കീലിന്റെ ഫോൺ നമ്പർ ഇപ്പൊ കിട്ടും. ഇന്നേ വരെ അയാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ല. പിന്നെ നീ എന്തുണ്ടെങ്കിൽ പറഞ്ഞ അവരൊന്ന് തിരിച്ചു വിളിച്ചേ. അവർ ചിലപ്പോ ഭയങ്കരമായിട്ട് തെറിയൊക്കെ പറയും. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഒന്ന് വിളിക്കടി. അങ്ങോട്ട് ഇരിപ്പ് വേണ്ട. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. പുറത്തു പോയി മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാലോ? ഒരാളെ നടുക്കടലിൽ തള്ളിയിട്ട് രക്ഷപ്പെട്. പിന്നെ എന്തുട്രീ ചെയ്യണ്ടേ? എന്തേലും ചെയ്. ഹലോ, ഗീതയ്ക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വിളിക്കുന്നത്? എന്തുട്ട് സംസാരിക്കാനില്ലെന്ന് നിങ്ങൾ ഈ പറയണേ? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ എന്തുട്ടാ പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എന്റെ ഒരു അബദ്ധത്തിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ വഴക്കിടാനോ പിരിയാനോ പാടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. സത്യമാണ് തരാൻ. ചേച്ചി, ഞാനൊരു വക്കീൽ ഗുമസ്തയാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും ചേച്ചി കാണിച്ചില്ല. ഈ നിസാര പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വിവാഹമോചനത്തിന് വേണ്ടി വരുന്ന ആ ഭാര്യ ഭർത്താക്കന്മാരുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നത്.
ഒരു തരത്തിൽ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ചേച്ചി എല്ലാവരുടെയും പ്രശ്നം. പല ഭാര്യ ഭർത്താക്കന്മാരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ശരിയല്ലേ ചേച്ചി? ഡോക്ടറെ, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം, ഡോക്ടറും ഭാര്യയും തമ്മിൽ ഒരു ദിവസം എത്ര നേരം സന്തോഷത്തോടെ സംസാരിക്കാറുണ്ട്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ എന്റെ ഈ ജോലി തിരക്കിനിടയിൽ അങ്ങനെ ഒരു സമയം. കണ്ടോ, ഡോക്ടർക്ക് അത് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ഇത് തന്നെയാണ് പല കുടുംബങ്ങളിലുള്ള പ്രശ്നം. സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നേരമില്ല. അത് ശരിയാണ്. ഈ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ഫോൺ വരുമ്പോ സംസാരിക്കണ്ടാ. ഹലോ, എന്തുട്ടാ, വേമ്പറേ ഞാൻ തിരക്കണം, നീ പിന്നെ വിളിച്ച എന്നും പറഞ്ഞ ഒറ്റ കട്ടിയല്ല. ഭാര്യമാരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. CC അടച്ച് തീരാറായ എന്റെ അപ്പാപ്പനമ്മ ഇപ്പോഴും സംസാരിക്കും. ഡോക്ടറെ, ഇത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലേ ചേച്ചി? തോന്നുന്നതല്ല എന്നെ, അത് തന്നെയാണ് പ്രശ്നം. ഒരു ദിവസം ഞാൻ 8 തവണ ഫോൺ ചെയ്തിട്ടും ബിസിയാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലാതെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പോലും എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചില്ല. എന്ന് എപ്പ വിളിച്ചു? എന്നത്തെ കാര്യം നീ പറയുന്ന ഗീതേ? നന്ദേട്ടാ, എനിക്കൊരു വിഷമം തോന്നിയ ആ വാക്കും എന്തിന് ആ ദിവസം വരെ എന്റെ മനസ്സിലുണ്ടാവും. ഓർത്തു വെക്കുന്ന എന്തിനാ? അപ്പ തന്നെ തുറന്നു പറയാൻ ഞാൻ. ഡോക്ടറെ, അങ്ങനെ പറയാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അതും ശരിയാണ്. പല വീടുകളിലും 5-6 മണിക്കൂർ വഴക്കിടാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് സമയമുണ്ട്. പക്ഷെ സ്നേഹത്തോടെ കുടുംബകാര്യം സംസാരിക്കാൻ അരമണിക്കൂർ പോലും സമയമില്ല. 5-6 പിള്ളേരൊക്കെ ഉണ്ടാവും, പക്ഷെ സംസാരം ഉണ്ടാവില്ല. രാധേ, നമുക്ക് നാളെ മുതൽ എന്റെ ഡാൻസ് ക്ലാസ്സിന് മുമ്പും ശേഷവും 1/2 മണിക്കൂർ വീതം സന്തോഷത്തോടെ സംസാരിക്കണം കേട്ടോ. സംസാരിക്കണം ചേച്ചി. ദിവസവും 1 മണിക്കൂറെങ്കിലും ഭാര്യയും ഭർത്താവും ചേർന്നിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. അപ്പൊ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് തന്നെ സാധിക്കുകയും ചെയ്യും. തൊട്ടടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കാണ്ട് അമേരിക്കയിലെ പുതിയ ഫ്രണ്ടിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ കൂടെ. പിന്നെ ഇവിടെ സംസാരിക്കാൻ ടൈം. ഈ വക തിരിച്ചറിവൊക്കെ ആദ്യം നീ നിന്റെ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്ക്. എന്റെ മോൾക്ക് കുടുംബകാര്യം പറയണമെങ്കിലേ അവനിരിക്കുന്ന ആശുപത്രി വരെ പോവേണ്ടി വരും. അതെ, ചിലപ്പോ പോകേണ്ടി വരും. നിങ്ങളുടെ ചൊൽപ്പടിക്കുന്ന നിങ്ങളുടെ പുറകെ നടക്കാൻ എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യമല്ലേ നിങ്ങൾക്ക്? അതിന് പറ്റിയ ഒരുതൻ അവിടെ ഉണ്ടല്ലോ. കണക്കായി പോയി. അമ്മായിയമ്മയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കണം ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിന് ഈ ഡോക്ടർമാർക്ക് സ്നേഹിക്കാൻ മനസ്സിലെ എവിടെയ സ്ഥലം? അവരുടെ മനസ്സ് മുഴുവൻ സിറിഞ്ചും കത്രികയും ബ്ലേഡും ഒക്കെ അല്ലേ? ഉണ്ടടോ, കത്രികയുടെയും സിറിഞ്ചിന്റെ ഇടയിൽ വേദന തിരിച്ചറിയാവുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിവിടെ പലരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. ചേച്ചി, ഇവിടെ പലർക്കും ദുർവാശിയാണ്. ഈ കുടുംബം തകരാനുള്ള പ്രധാന കാരണം തന്നെ ഈ ദുർവാശിക്കുന്താണ്. ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിച്ചാ മതി. എന്നിട്ടോ അതിന്റെ പേരിൽ വഴക്ക്, ഇറങ്ങിപ്പോക്ക്, കേസ്, കോടതി, പിന്നെ വർഷങ്ങളോളം കോടതി വരാതെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. ചേച്ചിക്ക് അറിയോ, എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ തീരാവുന്ന 10,000 കണക്കിന് കേസുകളുണ്ട് കോടതികളിൽ. കല്യാണവും പെട്ടെന്നുള്ള പ്രസവമൊക്കെ കഴിഞ്ഞ് ഉള്ള ആരോഗ്യ സൗന്ദര്യമൊക്കെ നശിച്ച് ചെറുപ്രായത്തിലുള്ള അമ്മമാര് ഈ കുഞ്ഞുങ്ങളെയും പിടിച്ച് കോടതി വരാന്തയിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് സംസാരിച്ചപ്പോ പല പെൺകുട്ടികളും പറയാ, മാതൃത്വം എന്നത് തിരിച്ചറിഞ്ഞത് 2ാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന്. ആദ്യത്തെ കുഞ്ഞിനെ നേരാവണ്ണം സ്നേഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന്. രാധേ, നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിപ്പിച്ചിട്ട് വേണം എനിക്ക് എന്റെ മാതൃത്വം തൊട്ടുണർത്താൻ. ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കിടയിൽ എല്ലാം വീക്കല്ലേ? ചേച്ചി, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആണുങ്ങൾ എങ്ങനെ ഉപദേശിക്കാറുണ്ടോ? അവരെന്താ എല്ലാം തികഞ്ഞ യോഗ്യന്മാരാ? അതെ, എല്ലാം തികഞ്ഞിട്ട് തന്നെ എന്റെ വീട്ടുകാരെന്നെ കെട്ടിച്ചുവിട്ടത്. രാധേ, എനിക്കെന്താ ഒരു കുറവ്? കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയും സ്വർണവും കാറും കൊടുത്ത് അച്ഛനമ്മമാർ മകളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് ചങ്ക് പറിച്ചു കൊടുക്കുന്ന പോലെയാ. പിന്നീട് ആ മകളുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ണീരും ഒക്കെ കണ്ട് നെഞ്ചു പൊട്ടി കരയാ ഇതേ മാതാപിതാക്കൾ. ആലോചിക്കണം, കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങളും ആലോചിക്കണം. ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള പ്രാപ്തിയും ജോലിയും വരുമാനവും തനിക്കുണ്ടോന്ന്. എന്തുട്ടിന് അമ്മയെ നോക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പക്വതയില്ലാത്ത ആൺകുട്ടികളെ കൊണ്ടുവരെ കല്യാണം കഴിപ്പിക്കുന്ന ഫാമിലീസിന്റെ കൂടെ. പക്ഷെ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുത്തത് നല്ല തന്റെ അടുത്തോടു കൂടി തന്നെയാ. എന്നിട്ടിപ്പോ എന്തായി? പക്ഷെ ആ തന്റെ അടുത്തേക്കാൾ കൂടുതലായി മകൾക്ക് പണക്കാരിയൊന്നും അഹങ്കാരവും കൂടെ ഉണ്ടായിരുന്നു. ആ വിധത്തിലാണ് അവളെ വളർത്തിയെന്ന് ഈ അമ്മ തിരിച്ചറിഞ്ഞിട്ട്. ഇവിടെ സ്ത്രീകളെ കഷ്ടപ്പെടുത്തുന്ന കാര്യം പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ പല ഭർത്താക്കന്മാരും ഭാര്യയിൽ നിന്ന് ക്രൂരമായി പീഡനങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതിന്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് വൈകി കയറുന്നവർ വരെയുണ്ട്. നാണക്കേട് ഓർത്ത് എല്ലാം കടിച്ചു പിടിച്ച് സഹിക്കുകയാണ് പലരും. അവർക്ക് സ്ത്രീകളെ പോലെ കിടന്ന് നിലവിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സത്യം നന്ദേട്ട, ഈ കാര്യത്തിൽ ഞാൻ നന്ദേട്ടന്റെ ഭാഗത്താ.
എന്റെ പൊന്ന് സാറേ, ഈ വണ്ടി ഞാൻ ഒരു വിധത്തിൽ കരക്കടിപ്പിച്ചോണ്ടിരിക്കാണ്. ആ സമയത്ത് സാറ് പുരുഷപ്പെടണമെന്നും പറഞ്ഞ് ചാളാക്കല്ലേ. സാറൊന്ന് ഇരിക്കി സാറേ. കേട്ടല്ലോ, ഇപ്പൊ കാര്യങ്ങൾ തിരിച്ചായി. ഇതൊക്കെ ആ ഗുമസ്ത പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കും. ചേച്ചി, ഞാൻ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചൊന്നുമല്ല. ഡോക്ടർ അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞതാ. ആ കൂട്ടത്തിൽ ഞാൻ കുടുംബ കോടതിയിൽ നേരിട്ട് കണ്ട ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു മാത്രം. ചേച്ചി, ഡോക്ടർ എപ്പോഴെങ്കിലും മദ്യപിക്കാറുണ്ടോ? ആ, വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. പ്രതീക്ഷിക്കാതെ ഒരു പേഷ്യന്റ് മരിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ടെൻഷനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നീ വണ്ടി കൊണ്ട് എങ്ങടാ പോണേ? അല്ല, പല കുടുംബ വഴക്കിന്റെയും പ്രധാന കാരണം മദ്യ. അതുകൊണ്ട് ചോദിച്ചതാ. മദ്യപിച്ചുകൊണ്ട് മാത്രം ഒരാളുടെയും ടെൻഷൻ ഇന്നേ വരെ മാറിയിട്ടില്ല. മദ്യപിച്ചവൻ മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ചേച്ചി, അങ്ങനെയാണെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്നത് നമ്മൾ സ്ത്രീകളല്ലേ? നമ്മളെന്താ ദിവസവും മദ്യപിച്ചിട്ടാണോ ടെൻഷൻ മാറ്റുന്നത്? അനമോ, ഇനി സാറ് മദ്യപിക്കില്ലട്ടാ. ബാറുകളൊക്കെ പൂട്ടാൻ പോവാ. പക്ഷെ 5 സ്റ്റാർ ഉണ്ടാവൂലേ? അയ്യോ, ഉണ്ടാവില്ലേ? ഡോക്ടറെ, മദ്യപിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും? അതില്ല, അതിന് ചേച്ചിയോട് കഴിക്കണം, അല്ല വിചാരിക്കണം. എന്റെ ടെൻഷൻ മാറ്റാൻ ചിലപ്പോ അതൊക്കെ വേണ്ടി വരും. അയ്യോടാ ഡോക്ടറെ, ഇതൊക്കെ കുടിക്കാൻ വേണ്ടി വെറുതെ പറയുന്ന കാരണങ്ങളല്ലേ? മദ്യപാനം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളും അവരുടെ കുടുംബങ്ങളും നശിച്ചുപോയിട്ടുണ്ട്. പക്ഷെ മദ്യപിച്ച് തുടങ്ങിയ ശേഷം അയാളും കുടുംബവും രക്ഷപ്പെട്ടു കേട്ടോ എന്നാരെങ്കിലും ഇന്നേ വരെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അന്നമ്മോ, നീ കൂടുതലും മദ്യത്തിനൊന്നും കുറ്റം പറയണ്ടട്ടാ. അതൊന്നും മദ്യപാനികൾക്ക് അത്ര ഇഷ്ടാവില്ല. എന്ത് ഇഷ്ടാവില്ലെന്ന് കുറ്റം പറയണതേ? ഇപ്പോഴും കള്ളു കുടിച്ചിട്ട് ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? അതെ, ഇതിൽ എന്റെ കാര്യത്തിൽ ചെറിയ തിരുത്തുണ്ട് കേട്ടോ. ഞാൻ കുടിച്ചു വന്നാലേ രാധ എന്നെ തല്ലാറ്. അപ്പൊ ആരെന്തിരപരാധി പറഞ്ഞു കൊടുക്കടി. പിന്നെ ചേച്ചി, ഭർത്താവിന് സമ്മതമല്ല എന്ന കാരണം കൊണ്ട് ഭാര്യയ്ക്ക് അവളുടെ സ്വന്തം അവകാശങ്ങൾ, അതായത് അവളുടെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കളെ കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളെ കാണാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുക. നമ്മുടെ നിയമപ്രകാരം അത് ഗാർഹിക പീഡനോ? രാധെ, ഞാൻ എന്റെ വീടിന്റെ പടി കണ്ടിട്ട് എത്ര കാലായിന്നറിയോ? അപ്പൊ ഓണത്തിന് പോയതോ? അത് 3 കൊല്ലം മുമ്പല്ലേ. നോക്കിക്കോ, ഇനി മുതൽ കലണ്ടറിൽ ചുവന്ന അക്ഷരത്തിൽ കാണുന്ന എല്ലാ ദിവസവും ഞാൻ എന്റെ വീട്ടിൽ പോകും. അങ്ങനെ ഞാനൊരു മാതൃകാ ഭർത്താവാ. ഇപ്പൊ എവിടെയുണ്ടോ മാതൃകയാക്കാൻ പറ്റണ അപ്പനും അമ്മയുള്ള? അങ്ങനെ പറയടോ. ഇതൊക്കെ അടുത്തിരിക്കുന്ന ആ ഡോക്ടർ അദ്ദേഹം കേൾക്കുന്നുണ്ടോ ആവോ? ഹലോ, ഇത് ഞാനാ മേനോൻ. അതെ, രഘുരാമ വക്കീലിന്റെ നമ്പർ ഞാൻ SMS ചെയ്തിട്ടുണ്ട്. ഓ ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ആയിക്കോട്ടെ, ഓക്കെ. അതെ, ഈ ഡിവോഴ്സിന്റെ കാര്യമാണെങ്കിലേ എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരാനുണ്ട്. ഞാനിപ്പോ അതിന്റെ എക്സ്പെർട്ട് അല്ലയോ? ഹലോ, ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ. അമ്മായി വേറെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ആ രഘുരാമൻ വക്കീലില്ലേ, അയാളുടെ നമ്പർ ചോദിച്ചോണ്ടിരിക്കുക. എന്താ രഘുരാമ വക്കീലോ? എന്തുട്രീ മാതു, രഘുരാമൻ സാർ ആളൊരു പുലിയാട്ടോ. അയാൾ ഈ കേസ് ഏറ്റെടുത്ത സംഗതി സീരിയസ് ആവും. എന്തുട്ടാ, ഡൈവോഴ്സിന്റെ ആളാ? പിന്നെ അയാൾ അതിന്റെ സ്പെഷ്യലിസ്റ്റാ. അതിന്റെ സ്പെഷ്യലിസ്റ്റാന്ന്? ചേച്ചി, ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് കേട്ടണ്ട? അമ്മാതിരി പരിപാടി കണ്ടാ ചേച്ചിയുടെ അമ്മ കാണിക്കണേ. എന്റെ വീടിനടുത്ത് അരനാട്ടുകാരല്ലേ ഒരു പെമ്പറന്നൂത്തിണ്ട്. അവള് നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഭർത്താവായിട്ട് ഉടക്കിറങ്ങിപ്പോയി. എന്നിട്ട് വക്കീലിന്റെ അടുത്ത് പോയപ്പോഴോ അവിടെ എന്തുണ്ടായെന്ന് അറിയോ ചേച്ചിക്ക്? നിങ്ങൾക്കറിയാവാ, ഊരാൻ കിട്ടാത്ത 2 വളകൾ ഈ കയ്യിൽ വെട്ടിയെടുത്ത് വിറ്റിട്ടാണ് എന്റെ ആങ്ങൾക്ക് ഗൾഫിൽ പോവാൻ വിസക്ക് കാശ് കൊടുത്തത്. എന്റെ ചേച്ചിയെ, അവരാദ്യ ശമ്പളം കിട്ടിയ വകയില് ഒരു സന്തോഷത്തിന് എനിക്കൊരു പട്ടുസാരി വാങ്ങി കൊടുത്തയച്ചു. അതിന് മാച്ചിങ് ബ്ലൗസ് എടുക്കാൻ വേണ്ടി എന്റെ കെട്ടിയെന്ന് പറയുന്ന ആ മനുഷ്യന്റെ കയ്യിൽ ഞാൻ ആ സാരി കൊടുത്തയച്ചു. എന്നിട്ടാ ആ സാരി 2 ദിവസം വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു. അത് ഞാൻ ക്ഷമിച്ചിട്ടാ. എന്നിട്ടാ സാരി ബ്ലൗസ് എന്റെ കയ്യിൽ കിട്ടിയപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ആ സാരി മുഴുവനും വർക്ക്ഷോപ്പിലെ കരിയോയില്. മാച്ചിങ് ബ്ലൗസിന്റെ കളറ് കണ്ട പട്ടി പോലെ ഇടൂല. എന്നിട്ടാണോ ഈ ഞാൻ എന്റെ ഈ നിസ്സാര കാര്യത്തിന് ശ്രദ്ധയില്ലാത്ത മനുഷ്യന് എന്റെ വേറെ വല്ല കാര്യത്തിന് ശ്രദ്ധയുണ്ടാവാ? എനിക്ക് മതിയായി. എനിക്ക് അയാളെ വേണ്ട. വിളിക്കണം നല്ല വക്കീലിനെ. വക്കീലെ, കുറച്ച് കാശ് ചെലവായാലും വേണ്ടില്ല, അയാൾക്കടെ കാല് ഞാൻ തല്ലി ഓടിക്കും. സഹോദരനാണല്ലേ? ആവേശം കണ്ടപ്പോഴേ തോന്നി. നിങ്ങൾ ഈ പറയണ പരാതിയും കൊണ്ട് പോയാ ഈ കേസ് ജയിക്കാൻ വളരെ പ്രയാസാണ്. നമ്മുടെ പരാതികൾക്കൊക്കെ ഒരു ബലക്കുറവുണ്ട്. പക്ഷെ കേസ് നമുക്ക് ജയിക്കാൻ വേണം. ഏത് കേസ് നമുക്ക് ജയിച്ചേ പറ്റൂ. പണം ഒരു വിഷയമല്ല. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് പണം ഒരു വിഷയമേ ആകാൻ പാടില്ല. നമുക്ക് കുട്ടിയുടെ ഭാവിയാണല്ലോ വലുത്.
അതിനൊരു വഴി, പരാതിയിൽ അല്ലറ ഇല്ലറ പൊടിപ്പും നിങ്ങളൊക്കെ ചേർക്കേണ്ടി വരും. അത് സാരമില്ല, നമുക്ക് കേസ് കേൾക്കണമല്ലോ. പിന്നെ വക്കീല് എന്ത് വേണമെങ്കിലും എഴുതിക്കോ, ഈ ഓമന ഒപ്പിട്ട് വരും. വേഗം പിരിച്ചാണ് ഈശ്വരാ, ഒന്ന് പ്രാർത്ഥിച്ചൊപ്പിട്ടുള്ളൂ കുട്ടി. ആ വിഡ്ഢിയുടെ വർത്താനം കേട്ട് ഓമനേച്ച് പ്രാർത്ഥിച്ചോണ്ട് അതുമ്പിൽ ഒപ്പിട്ടു. അങ്ങനെ ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് വണ്ടി പോലും ഓടിക്കാൻ പറ്റാതെ ആരോമലേട്ടൻ മലർന്ന് കിടക്കുമ്പോഴാണ് വക്കീലിന്റെ ഹാപ്പി ആയിട്ടുള്ള നോട്ടീസ് വരുന്നത്. ആരോമലേട്ടാ, ആരോമലേട്ടാ, എന്താടാ ആരോമല, നിനക്ക് എന്ത് പറ്റിയടാ? നിന്റെ മേലീ വണ്ടി അടിച്ചാ? ഈ വണ്ടിയല്ല ബാലേട്ടാ, തീവണ്ടിയാണ്. തീവണ്ടി? ആ ഇത് കണ്ട ബാലേട്ടാ, എന്റെ ഭാര്യ ഓമന എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ്. ഈ വീട്ടില് ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നെന്ന്. ഞാൻ അവളുമായിട്ട് അന്യഭാഷയിൽ അവീതബന്ധം നടത്താറുണ്ടെന്ന്. 10-15 കൊല്ലം ഒരുമിച്ച് ജീവിച്ച അവക്ക് എങ്ങനെ ഈ കത്ത് എഴുതാൻ തോന്നി ബാലേട്ടാ? വിഷമിക്കണ്ട ആരോമല, നമുക്ക് ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഒരു കത്ത് അവൾക്ക് തിരിച്ചയക്കടാ. നീ വിഷമിക്കലടാ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അങ്ങൊരു കേസിന് പോയി. പിന്നെ അത് വർഷങ്ങളോളം നീണ്ടുപോയേ. ദൈവാനുഗ്രഹം കൊണ്ട് അത് വിവാഹമോചനം വരെ എത്തിക്കിട്ടി. ചെലവ് ചെയ്യാന്ന് ആ ബന്ധം അങ്ങോട്ട് തലേന്ന് പോയപ്പോ മനസ്സിനെന്തൊരു ആശ്വാസം. നെഞ്ചിന്നൊരു വൈക്കോലോറി ഇറങ്ങിപ്പോയ പോലെ ഫീലിംഗ്. എന്തിനാണ് ഈ കേസ് ഇത്രയും വർഷം നീട്ടിക്കൊണ്ടുപോകുന്നത് എനിക്കറിയാൻ പാടില്ല. മാഡം, ആരോമലേട്ടാ എന്ന് ഇവരുടെ വിളി കേട്ടപ്പോ ഞാൻ ആകെ ദുർലഭരായിപ്പോയി. മേഡം ഞങ്ങളോട് ക്ഷമിക്കണം, ഈ ഇണക്കുരുവികളെ വേർപിരിക്കരുത്. അപ്പൊ ആ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ കുറച്ചു നാളായിട്ട് പിരിഞ്ഞു താമസിക്കുന്നവരല്ലേ, ഒരു കാര്യം ചെയ്യേ, അമ്പലത്തിൽ പോയി ഒരു മാലയൊക്കെ ഇട്ട് തുടങ്ങും. അവരത് കേട്ടുട്ടാ. അങ്ങനെ അവരുടെ രണ്ടാമത്തെ ആദ്യരാത്രി വീണ്ടും തുടങ്ങി. കൊച്ചു കള്ളി, 3-4 കൊല്ലത്തെ വിഷമം ഇന്ന് ഞാൻ തീർക്കും. ഓമനെ, ഈ ചൂടുള്ള കഞ്ഞി ഇങ്ങനെ വെച്ച് ആറ്റണോ? ഇത് കഞ്ഞിവെള്ളമല്ല, ആട്ടുംപാലാ. ആണോ? പാലൊക്കെ പിന്നെ കുടിക്കാന്ന്. വാ. എന്നാലും എന്റെ ആരോമലേട്ടാ, ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും വിഷമാവാ. എന്താ മുത്തേ? എനിക്കൊരു മീൻകാരനായിട്ട് പ്രേമുണ്ടായിരുന്നെന്നും അയാൾക്കിടെ മീൻകൊട്ടയെ കയറി ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ കേസ് കൊടുക്കാൻ എങ്ങനെ തോന്നി ആരോമലേട്ടാ? നിനക്കറിയാലോ എന്റെ ബുദ്ധിയുടെ കാര്യം. പിന്നെ അതൊക്കെ കേസ് ജയിക്കാൻ വേണ്ടി ആ വക്കീല് പറഞ്ഞു തന്ന ഐഡിയകളല്ലേ? അപ്പോ ഇവിടെ ജമ്മു കാശ്മീരിൽ നിന്നൊരു വേലക്കാരി ഉണ്ടെന്ന് നീ പറഞ്ഞതോ? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച ആ വക്കീൽ നോട്ടീസിലൊക്കെ ഒപ്പിടാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി? കഷ്ടമുണ്ടട്ടാ. അല്ലെങ്കിലും നിങ്ങളെ കുറിച്ച് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്താ ഞാനങ്ങ് ഒപ്പിട്ടെ. സംശയം? നിനക്കെന്നെ വീണ്ടും സംശയമായ? പിന്നെ നിങ്ങൾ എനിക്ക് സംശയം തന്നെയാണ്. എന്താ നിനക്ക് സംശയമുള്ളടി? എന്ത് സംശയം? ഒരു ഈർക്കളിയുമേ തുണി ചുറ്റി കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോണ പണിയല്ലേ നിങ്ങൾക്ക്? അതൊക്കെ നിന്റെ കുടുംബ പാരമ്പര്യം. എന്റെ കുടുംബ പാരമ്പര്യം ഒരു മുല്ലപ്പന്തലും. അങ്ങനെ കേസ് ജയിക്കാൻ കുറുക്കോഴികൾ തേടിപ്പോയ അവറ്റോള് വീണ്ടും അടിച്ചു പിരിഞ്ഞു. കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചവരും എന്തുട്ടിന് അപ്പനും അമ്മയും വരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ലേട്ടാ. സത്യമാണ് സാറേ. ഇതൊക്കെ തന്നെയാ പലർക്കും സംഭവിക്കുന്നത്. ഇവിടെ നഷ്ടം പലപ്പോഴും പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് തന്നെയാ. അതാദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അവളാ. ചേച്ചി എങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഡോക്ടർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാനത് ഏറ്റു പറയുമ്പം അതെന്റെ കഴിവുകേടായിട്ടാണ് അമ്മയും മോളും കാണുന്നത്. അതുപോലെ കാണേണ്ടി വന്നത് ഞങ്ങളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ടാ. എന്തനുഭവം? അനുഭവിച്ചത് മുഴുവൻ ഞാനല്ല. എത്ര സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂടെ വന്ന് കോമാളിയായിട്ടുണ്ട് ഞാൻ. പിണക്കം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹമാണെന്ന് വെറുതെ അഭിനയിച്ച് കാണിക്കുക. ഈ അഭിനയത്തിന്റെ കാര്യത്തിലെ പല ഭാര്യ ഭർത്താക്കന്മാരും മഞ്ജു വാര്യരെക്കാളും മമ്മൂട്ടിയെക്കാളും നല്ല നടീനടന്മാരാ. രാധേ, നീ എത്ര ഭാഗ്യവതിയാ. ഞാൻ നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുക മാത്രല്ല, നന്നായിട്ട് ഡാൻസും ചെയ്യില്ലേ? അത് ശരിയാണ്.
ചില ഭാര്യ ഭർത്താക്കന്മാര് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര സ്നേഹ, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് പടക്കോട്ടും ഭാര്യ തക്കട്ടെ ഇരിപ്പ്. ഈ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ ബൈക്കിൽ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാ ഇങ്ങനെ ചേർന്ന്? ഒരു 5-6 മാസം കഴിഞ്ഞോട്ടെ, ഈ ഒരു കയ്യകലത്തിന്റെ ഗ്യാപ്പാണ്. അത് ഗർഭം ഉണ്ടായിട്ടൊന്നുമല്ല, ഓട്ടാക്കിട്ടാണ്. എന്തിട്ടീ കുഴപ്പമായ വാക്കല്ലേ മാത്തു? കേട്ടിട്ടില്ല. വേണ്ടടാ, നീ ആ ഭർത്താവിന്റെ കോമാളി വേഷം കേട്ടണ്ട, അഭിനയിക്കാൻ വേണ്ട, എന്റെ മോളെ വിളിക്കാനും വരണ്ട. ഇല്ല, ഇനി വിളിക്കുന്നില്ല. പറയാതെ പോയാൽ വിളിക്കാതെ തന്നെ തിരിച്ചു വരട്ടെ. ഈ വണ്ടി റൂട്ട് മാറി പോകാനിലൂടെ നീ എങ്ങനെ കൺട്രോൾ ചെയ്യും? മാത്തു, എന്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ, എല്ലാം കയ്യിന്ന് പോയിന്നാ തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യും, സെന്റിമെന്റ്സ് കയറി പിടിക്കും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഓരോരുത്തർക്ക് ഓരോ യോഗമുണ്ട്, അതേ നടക്കും. യോഗം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയല്ലേ ഡോക്ടറെ. നമ്മുടെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിപ്പിക്കണം എന്തുട്ടാ? നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കാനല്ലേ? എന്നിട്ട് ഇവിടെ ആരാ സുഖമായിട്ട് ജീവിക്കണേ? ഇപ്പൊ തന്നെ ഒരു ഫാമിലി നടന്നു വരുമ്പോ നമ്മളെ ഒറ്റലോട് ചോദിക്കണ്, ഏയ് എന്തുട്ടൊക്കെ വിശേഷം, സുഖമായിട്ടിരിക്കണ? അപ്പൊ ഒരു പറയും, പിന്നെ നമ്മള് ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കല്ലേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ചങ്ങാടി ചോദിക്കാവോ എങ്ങനെയുണ്ടെന്ന്? അവര് പറയും, ഒന്നും പറയണ്ട ഭായ്, മൊത്തം പ്രശ്നാണ്, പിന്നെ അങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ ജീവിക്കണു. അങ്ങനെ പറയണൊരടി മുഴുവൻ ആളുകളും. ചേച്ചി, ഈ കുടുംബ സമാധാനം സന്തോഷം എന്നൊക്കെ പറയണതേ കടയിൽ പോയി കാശ് കൊടുത്ത കിട്ടുന്ന സാധനമല്ല. നല്ല മനസ്സോടെ ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ മാത്രമേ ആ സമാധാനം കിട്ടൂ. ഹലോ. ഹലോ സുമതി. ഞാൻ വിളിച്ചതേ അഡ്വക്കേറ്റ് രഘുരാമനേക്കാൾ നല്ലൊരു വക്കീലിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് റഹ്മാൻ. സംശയത്തിന്റെ പേരില് അയാള് തന്നെ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആളാ. പിന്നെ കാശ് അല്പം കൂടിയാലും കേസ് ജയിക്കും ഉറപ്പാ. മേനോൻ സാറേ, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു നല്ല വക്കീലുണ്ട്. ഹലോ 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 ഹലോ, മേനോൻ ചേട്ടനാണോ? മേനോൻ ചേട്ടാ, ഞാൻ സുധൻ. ഒരു അത്യാവശ്യം വിളിച്ച അമ്മായി എപ്പോഴും ഇങ്ങനെയാ. ഞാൻ കൊടുക്കാട്ടോ. എന്ത് കട്ടിയാനോ? കട്ടിയാനാണോ അമ്മായി? കട്ടിയാം. അയ്യേ. ചേച്ചി, ഹലോ ചേച്ചി. ഹലോ. ചേച്ചി, അനുമോൾക്കൊന്ന് ഫോൺ കൊടുക്കോ? എന്തിനാ? ഒരു കാര്യം പറയണേ ചേച്ചി. അവള് പനിയായിട്ട് കിടക്കാണ്. ചേച്ചി, 1 മിനിറ്റ്. ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ഇത്രയും ദിവസം വഴക്കടിച്ച് പിരിഞ്ഞ് മാറി നിന്നപ്പോ നിങ്ങളെ മാത്രം ആലോചിച്ച് കരഞ്ഞ അനുമോളെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? നിങ്ങള് രണ്ടുപേരും ആലോചിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അച്ഛനമ്മമാർ അവരവരുടെ ന്യായങ്ങൾ പറഞ്ഞ് തമ്മി തല്ലുമ്പോ ഇതെല്ലാം കേട്ടുനിന്ന് വിതുമ്പുന്ന ആ കുഞ്ഞു മക്കളെ ആരും കാണാറില്ല ചേച്ചി. മാറി നിന്ന് ചങ്ക് പൊട്ടിക്കരയണ മക്കളുടെ കരച്ചിലൊന്നും ആരും കേൾക്കാറില്ല. വഴക്കിനൊടുവില് ആ അമ്മയിരുന്ന് കരയുമ്പോഴേക്കും അമ്മയുടെ കണ്ണിൽ കരട് പോയതല്ലേ എന്ന് പറഞ്ഞ് അതേ മക്കള് തന്നെ അമ്മയുടെ കണ്ണ് തുടപ്പിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്യും. യാതൊരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മമാർ വഴക്കിടരുത്. ഈ കുട്ടിയുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നെന്ന് പറയുന്ന അതേ അച്ഛനമ്മമാർ തന്നെ കുടുംബ വഴക്കിന്റെ പേരില് കോടതി വരാന്തയിൽ വെച്ച് സ്വന്തം കുട്ടികളെ പരസ്പരം കൈമാറുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്.
അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിട്ടും അനാഥരെ പോലെ കഴിയുന്ന കുട്ടികൾ. സ്വന്തം കുട്ടികളോട് ചിലർ ചെയ്യുന്ന ക്രൂരതകൾ ഇത് മാത്രമല്ല ചേച്ചി. മാസത്തിൽ ഒരിക്കൽ മാത്രം കോടതിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾ, കണ്ടു കൊതി തീരാത്ത, ഒന്നിച്ച് കളിച്ചും മതിയാവാത്തവർ. അമ്മയുടെ പിണക്കം മാറില്ല, അച്ഛനെ കൊണ്ടുപോവില്ല. വ്യത്യസ്ത സ്വഭാവമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കൂട്ടിയിണക്കാനേ ഓരോ കുടുംബത്തിന്റെ മുകളിലും ദൈവം വരച്ചു വെക്കുന്ന കയ്യൊപ്പോളാണ് കുട്ടിയോള് എന്നാണ് പറയണത്. ചേച്ചി നീ ഒരു കാര്യം ചെയ്യ്, മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാ, ഞാൻ അവിടെ എത്തിക്കൊള്ളാം. നന്ദൻ, പേടിക്കാനൊന്നുമില്ല. മോൾക്ക് പനി കൂടി ഫിക്സ് വന്നത്, അതിനിടയിൽ നാക്കൊന്ന് കുട്ടി കടിച്ചു, അതാ ബ്ലഡ് വന്നത്. നൗ ഷീസ് ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. ഞാനാകെ പേടിച്ചു പോയി നന്ദേട്ടാ. എന്നമ്മോ അവരുടെ കാര്യം സോൾവ് ഔട്ട് ഐഡിയ.
നീ ആ പ്രാക്കിനെ കണ്ട? ആ സാധനത്തിന് ഇതൊന്നും അത്ര പിടിച്ചിട്ടില്ല കേട്ടാ. ആ കുരിപ്പാണ് എല്ലാത്തിനും കാരണം. അവരുടെ നിപ്പ് കണ്ടിട്ടില്ലേ? ഞാൻ 2 വർത്തമാനം പറഞ്ഞിട്ട് വരാം. മത്തായി, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ട്. നീ വിട്ടേ, നീ മാന്തല്ലേന്ന്. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് വരൂ, ഒരു കാര്യം പറയാനാ. ഞാനാണ് നേരത്തെ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന മത്തായി. എനിക്ക് അമ്മച്ചോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേറൊന്നുമില്ല, ഈ കല്യാണം കഴിപ്പിച്ചു വിടുന്ന മക്കളെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സമ്മതിക്കണം. അതാണ് വിവരമുള്ള അച്ഛനമ്മമാർ ചെയ്യേണ്ടത്. അല്ലാതെ പിടിച്ചു വെച്ചും ഫോൺ ചെയ്ത് കൺട്രോൾ ചെയ്യണതും അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കുറയുന്നു വെച്ചിട്ടാ. ആ ചിന്ത ഉണ്ടല്ല, അതൊരു തരം പ്രാന്താണ്. ആ പ്രാന്തിന് ഇപ്പൊ ഒരു മരുന്നുണ്ട്, തരട്ടെ ഞാൻ. ഞാനടി ആ തള്ളക്കിട്ട് 2 പൊട്ടിക്കണത് ആലോചിക്കായിരുന്നു. 2 പൊട്ടിച്ചാലോ? പൊട്ടിക്കല് മത്തായി, ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും നമ്മള് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, കല്യാണം കഴിക്കാൻ പോണല്ലോ. അതിന് മുമ്പ് എന്നെ ഭരിക്കാൻ വന്നിട്ടല്ലോ. പിന്നല്ലാതെ ഞാൻ പറഞ്ഞില്ല എന്റെ തെറ്റ്. നീ എന്തിനാ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതെന്റെ ഇഷ്ടമാണ്, ഞാൻ ചിലപ്പോ ഇടപെടും. ഇനി നീ എന്നോട് ഞാൻ സംസാരിക്കും. എന്നോട് മിണ്ടരുതെന്ന് ഞാൻ മിണ്ടുന്ന് പറഞ്ഞാൽ വീണ്ടും മിണ്ടും. നീ എന്തൊരു ചെയ്യാ? ഹലോ, എന്നതാ നിങ്ങളുടെ പ്രശ്നം? എന്നിട്ട് ഞാൻ ഇടപെട്ട് വേണേ ഈസിയായി സോൾവ് ചെയ്ത് തരാമേ. ഇതൊക്കെ സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. എന്തുട്ടെ പേര്? മത്തായി. എന്റെ പേര് മത്തായിയെ. ഓ, നീ വണ്ടി വിട്ടേ. സോറി ഡി. ഈ മത്തായിമാരും എല്ലാരും ഇങ്ങനെയാ? പാട്ടുപാടിയും ആട്ടമാടിയും കൂട്ടുകൂടിടും മത്തായി. ദാണ്ടെ വരുന്നു മത്തായി, ഓടി വരുന്നു മത്തായി. കുഴപ്പമൊത്തിരി കാണിച്ചാലും കുഴപ്പമില്ല മത്തായി. ഓയ് വില്ലൻ ബിരുദൻ മത്തായി. ദാണ്ടെ വരുന്നു മത്തായി, ഓടി വരുന്നു മത്തായി. കുഴപ്പമൊത്തിരി കാണിച്ചാലും കുഴപ്പമില്ല മത്തായി. ഓ വില്ലൻ ബിരുദൻ മത്തായി. തിത്തിരി തകതി